വർഷം 1996 ജൂലൈ 2, സ്ഥലം അമേരിക്കയിലെ കാലിഫോർണിയ. കാലിഫോർണിയയിലെ സുപ്രീം കോർട്ടാണ് രംഗം. അന്നേ ദിവസം ജഡ്ജി ഒരു കേസിന്റെ വിധി പ്രഖ്യാപിച്ച് തന്റെ മുൻപിലുള്ള ഫയലുകൾ മടക്കി വെച്ചു. അമേരിക്കയെ ഞെട്ടിച്ച മെനാൻഡസ് മർഡേഴ്സ് എന്ന കുപ്രസിദ്ധമായ ഒരു കൊലക്കേസിന്റെ വിധി പ്രഖ്യാപനമായിരുന്നു അന്ന് അവിടെ നടന്നത്. ഈ കേസിന്റെ വിധി പ്രഖ്യാപനം കഴിഞ്ഞ് ഏകദേശം ഒരു 22 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ 2018-ൽ വീണ്ടും ഇതേ കേസ് ജനങ്ങളുടെ മുൻപിലേക്ക് ഉയർന്നു വരികയാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അങ്ങനെ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരവധി പുതിയ ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു. മെനാൻഡസ് സപ്പോർട്ടേഴ്സ്, മെനാൻഡസ് ബ്രദേഴ്സ്, ഇതൊക്കെയായിരുന്നു ആ ഗ്രൂപ്പുകളുടെ പേരുകൾ. ഈ ഗ്രൂപ്പുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ആവശ്യം ഇതായിരുന്നു: മെനാൻഡസ് കേസ് പുനർവിചാരണ ചെയ്യണം. കുറ്റവാളികൾക്ക് ശരിയായ നീതിയല്ല കോടതി കൊടുത്തത്. ഒരു പുനർവിചിന്തനം നടത്തുവാനുള്ള വകുപ്പ് ഇനിയും ഈ കേസിൽ അവശേഷിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു കേസിൽ കോടതി കൊടുത്ത ശിക്ഷ ശരിയല്ലെങ്കിൽ അതിനെതിരായിട്ട് ജനവികാരം ഉയർന്നു വരാറുണ്ട്. പക്ഷെ അതിനൊരു കാലപരിധി ഉണ്ടായിരിക്കും. 2 വർഷം മുതൽ ഏറിപ്പോയാൽ 5 വർഷം വരെ ആയിരിക്കും ആ ഒരു കാലപരിധി. ഈ സമയത്തിനിടയിലായിരിക്കും ജനങ്ങൾ വീണ്ടും ഇത് പുനർവിചാരണ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുൻപോട്ട് വരാറ്. എന്നാൽ ഈ കേസിലാകട്ടെ കഥ വളരെ വ്യത്യസ്തമാണ്. 1996-ൽ വിധി പ്രഖ്യാപിച്ച ഈ കേസിനെതിരായിട്ട് 2018-ലാണ് ജനരോഷം ഉയർന്നു വന്നത്. അതൊരു ചെറിയ പോരാട്ടമായിരുന്നില്ല. അമേരിക്കൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയെ വരെ ആകർഷിക്കുവാനായിട്ട് ഇത്തരം ഗ്രൂപ്പുകൾക്ക് സാധിച്ചു. ഒടുവിൽ അവർക്ക് ആ തീരുമാനം എടുക്കേണ്ടി വന്നു: മെനാൻഡസ് കേസ് വീണ്ടും പുനർവിചാരണ ചെയ്യേണ്ടി വരും. ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത 90% ആളുകളും ടീനേജേഴ്സ് ആയിരുന്നു. അതായത് 19 വയസ്സിൽ താഴെയുള്ള യുവതി യുവാക്കൾ. 22 വർഷങ്ങൾക്ക് ശേഷം ചാരം മൂടിക്കിടന്ന ഒരു അഗ്നിപർവ്വതം പോലെ ഈ കേസ് പൊട്ടിത്തെറിക്കുവാനുള്ള കാരണം എന്താണ്? ആരാണ് മെനാൻഡേഴ്സ്? ഇവർക്ക് നീതി കിട്ടണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുവാനുള്ള കാരണം എന്താണ്? അവർ ചെയ്ത ക്രൈം എന്താണ്? അതറിയണമെങ്കിൽ നമ്മളൊരു 34 വർഷം പിന്നിലേക്ക് പോകേണ്ടി വരും. ഒരു ഫ്ലാഷ് ബാക്ക്. 1989 ഓഗസ്റ്റ് 20, കാലിഫോർണിയയിലുള്ള ഒരു ചെറിയ സിറ്റിയാണ് ബേവർലി ഹിൽസ്. ഇതൊരു ചെറിയ സിറ്റിയല്ല. അവിടെ താമസിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും വലിയ ധനാഢ്യരാണ്. സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഉന്നത ശ്രേണിയിലുള്ളവർ താമസിക്കുന്ന സ്ഥലമാണ് ബേവർലി ഹിൽസ്. അന്നേ ദിവസം രാത്രിയിൽ ലയൽ ആൻഡ് എറിക് എന്നു പേരുള്ള 2 സഹോദരന്മാർ ഒരു സിനിമ കാണുവാനായിട്ട് തിയേറ്ററിലേക്ക് പുറപ്പെട്ടു. തിയേറ്ററിൽ അപ്പോൾ ഓടുന്നത് ബാറ്റ്മാൻ എന്ന ചിത്രമാണ്. എന്നാൽ പെട്ടെന്ന് ഈ സിനിമ കാണേണ്ടതില്ല എന്ന് ഈ സഹോദരന്മാർ തീരുമാനിച്ചു. അതിന് കാരണം സമീപത്തു തന്നെ മറ്റൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ടേസ്റ്റ് ഓഫ് ലോസ് ഏഞ്ചൽസ് എന്ന ഫുഡ് ഫെസ്റ്റിവൽ ആയിരുന്നു അത്. സിനിമ എപ്പോൾ വേണമെങ്കിലും കാണാം, പക്ഷേ ഫുഡ് ഫെസ്റ്റിവൽ വല്ലപ്പോഴും മാത്രമാണ് വരൂ. അതുകൊണ്ട് അതിൽ പങ്കെടുക്കാമെന്ന് ഇരുവരും തീരുമാനിച്ചു. ലയൽ മെനാൻഡസിന്റെ പ്രായം 21, എറിക്കിന് 19. വൈകാതെ ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ശേഷം ഇരുവരും അവരുടെ വീട്ടിലേക്ക് മടങ്ങി. സമയം അപ്പോൾ ഏകദേശം രാത്രി 10 മണിയായിട്ടുണ്ട്. പക്ഷേ വീടിന്റെ ഉള്ളിലെത്തിയതും അവർ കണ്ട കാഴ്ച അവരെ തകർത്ത് കളഞ്ഞു. ലയലിന്റെയും എറിക്കിന്റെയും പിതാവായ 45 വയസ്സുള്ള ജോസ് മെനാൻഡസും അവരുടെ മാതാവും 47 വയസ്സുമുള്ള കിറ്റി മെനാൻഡസും ആ വീടിന്റെ ഉള്ളിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ആരോ തങ്ങളുടെ മാതാപിതാക്കളെ വെടിവെച്ച് കൊന്നുവെന്ന് ഈ സഹോദരന്മാർക്ക് മനസ്സിലായി. അല്പസമയം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ അവിടെ നിന്നു. തൊട്ടു പിന്നാലെ ലൈല് 911-ലേക്ക് കോൾ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ആരോ ഞങ്ങളുടെ മാതാപിതാക്കളെ കൊല ചെയ്തിരിക്കുന്നു. അല്പം മുൻപാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ആ കോളിന്റെ പശ്ചാത്തലത്തിൽ എറിക്കിന്റെ നിലവിളിയും കോൾ അറ്റൻഡ് ചെയ്ത പോലീസ് ഓഫീസർക്ക് കേൾക്കാമായിരുന്നു. തൊട്ടു പിന്നാലെ പോലീസ് ആ വീട്ടിലേക്ക് വരികയാണ്. ബേവർലി ഹിൽസിലെ ആ വീട്ടിലേക്ക് പ്രവേശിച്ച പോലീസുകാർ ഞെട്ടി വിറച്ചു പോയെന്ന് പറയാം. കാരണം ക്രൈം സീൻ അത്രയ്ക്ക് ബ്രൂട്ടലായിരുന്നു. വീടിന്റെ ഉൾവശമാകെ രക്തത്തിന്റെ ഗന്ധമാണ്. വെടിയേറ്റ് ചിന്നിച്ചെതറിയ 2 ശരീരങ്ങൾ, അങ്ങനെ ഇതിനെ വിശേഷിപ്പിക്കാം. ആ തിയേറ്ററിന്റെ ഉൾവശമാകെ കിറ്റി മെനാൻഡസിന്റെയും ജോസ് മെനാൻഡസിന്റെയും മാംസം ചിതറിക്കിടന്നിരുന്നു. കിറ്റി മെനാൻഡസിന്റെ മുഖം തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. നിലത്തും ഭിത്തിയിലുമാകെ ചോര തെറിച്ചു കിടക്കുന്നു. എത്രയോ ക്രൈം സീനുകൾ കണ്ടിട്ടുള്ളവരാണ് പോലീസ്. അവർക്കിതൊക്കെ പരിചിതമാണ്. എന്നാൽ അവരെ പോലും ഞെട്ടിച്ചു കളഞ്ഞ ഒന്നായിരുന്നു ഇവിടെ കണ്ട കാഴ്ചകൾ. പിൽക്കാലത്ത് ഈ ക്രൈം സീനിലേക്ക് ആദ്യമെത്തിയ ഓഫീസർമാരിൽ ഒരുവനായ ഡാൻ സ്റ്റിവർട്ട് എന്ന ഓഫീസർ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിൽ ഞാൻ നിരവധി ക്രൈം സീനുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒന്ന് ഇതിനു മുൻപ് കണ്ടിട്ടില്ല. രക്തവും മാംസവും ചിന്നിച്ചെറിയ തലയോടിന്റെ അവശിഷ്ടങ്ങളും അവിടമാകെ ചിതറിക്കിടന്നിരുന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനായിട്ട് എനിക്ക് വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ചും ജോസ് മെനാൻഡസിന്റെ കാര്യമാണ് ഏറ്റവും മോശം. അയാൾ മുൻപൊരു മനുഷ്യനായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കില്ല. അത്രയ്ക്ക് മോശമായിരുന്നു ജഡത്തിന്റെ അവസ്ഥ. തൊട്ടു പിന്നാലെ ആംബുലൻസ് ആ വീട്ടിലേക്ക് വരികയാണ്. ജഡം കളക്ട് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. അതുവരെയും ഈ ക്രൈം സീനിൽ ഉണ്ടായിരുന്ന പോലീസുകാർ വിചാരിച്ചത് ഇങ്ങനെയാണ്: അല്പം ബ്രൂട്ടൽ ആണെങ്കിലും ഇതൊരു സാധാരണ കേസാണ്, ഒരു റോബറി ആൻഡ് മർഡർ കേസ്. ആ സമയത്ത് അവർക്കറിയില്ലായിരുന്നു അമേരിക്കൻ ക്രൈം ഹിസ്റ്ററിയിൽ ഒരു നാഴികക്കല്ലായിട്ട് ഈ കേസ് മാറുമെന്ന്. ഇനി വരുവാനായിട്ട് പോകുന്ന വർഷങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇതൊരു ചർച്ചാ വിഷയമായിട്ട് നിലനിൽക്കുമെന്നും. ഈ കേസിനെ ആസ്പദമാക്കി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ധാരാളം സീരീസുകളും ഇറങ്ങിയിട്ടുണ്ട്. ഒരു സിനിമ എടുക്കുവാൻ മാത്രം പ്രാധാന്യം ഈ കേസിനുണ്ടെങ്കിൽ ആ കേസിൽ എത്രമാത്രം ടെസ്റ്റും ടേണുകളും ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുവാനായിട്ട് പോകുന്നത്
ഒരു സിനിമ എടുക്കുവാൻ മാത്രം എന്താണ് ഈ കേസിൽ ഇത്രമാത്രം ട്വിസ്റ്റുകളും ടേണുകളും ഉള്ളത്? യഥാർത്ഥ കൊലയാളിയെ പോലീസ് കണ്ടുപിടിച്ചോ അതോ അവർ അറസ്റ്റ് ചെയ്തത് നിരപരാധികളെ ആയിരുന്നു? അമേരിക്കൻ ക്രൈം ഹിസ്റ്ററിയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം നേടിയെടുക്കുവാൻ മാത്രം ഈ കേസിന് എന്ത് പ്രത്യേകതയാണുള്ളത്? കൊലയാളിയെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലടച്ച വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് ഈ കേസ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത്? ഒരു പുനർവിചാരണ വേണമെന്ന് യുവാക്കൾ ആവശ്യപ്പെടുവാനുള്ള കാരണം എന്താണ്? മെനാൻഡസ് മർഡേഴ്സ് സാധാരണ ഒരു ക്രൈമല്ല. ലോകമാസകലമുള്ള സൈക്കോളജിസ്റ്റുകളെ ആകർഷിച്ച ഒരു കേസാണിത്. മനുഷ്യൻ വികാരങ്ങളുടെ ആകത്തുകയാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കേസ്. ആയിരത്തി 1944 മെയ് 6 ക്യൂബയിലെ ഹവാനയിലാണ് ജോസ് എൻറിക് മെനാൻഡസ് ജനിച്ചത്. അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോൾ അവിടെ ക്യൂബൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. അതിനെ തുടർന്ന് ആ കുടുംബം അമേരിക്കയിലേക്ക് താമസം മാറി. അമേരിക്കയിലെ സതേൺ ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിൽ ജോസ് മെനാൻഡസ് പഠിക്കുവാനായിട്ട് ചേർന്നു. അവിടെ വെച്ചാണ് മേരി ലൂയിസ് കിറ്റി ആൻഡേഴ്സിനെ അയാൾ കണ്ടുമുട്ടിയത്. 1963 അവർ വിവാഹിതരായി. തൊട്ടു പിന്നാലെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസവും മാറി. 1968 ജനുവരി 10 ഇവരുടെ ആദ്യ കുട്ടിയായ ജോസഫ് ലൈൽ മെനാൻഡസ് ജനിച്ചു. അതിനുശേഷം ഈ കുടുംബം ന്യൂജേഴ്സിയിലേക്ക് താമസം മാറി. അവിടെ വെച്ചാണ് രണ്ടാമത്തെ മകനായ എറിക് ഗാലൻ മെനാൻഡസ് 1970 നവംബർ 27 ജനിക്കുന്നത്. കാലക്രമേണ ഈ കുടുംബം വലിയ ധനികരായിട്ട് മാറുകയാണ്. ജോസ് മെനാൻഡസിന്റെ ബിസിനസ് എല്ലാം വലിയ അഭിവൃദ്ധി പ്രാപിച്ചു. എന്നാൽ ഇവരുടെ കുട്ടികളായ ലൈലും എറിക്കും ചെറുപ്പം മുതലേ അക്രമവാസന കാണിച്ചിരുന്നു. 1988 അയൽവക്കത്തുള്ള വീടുകളിൽ കയറി $1 ലക്ഷത്തിലധികം മൂല്യം വരുന്ന പണവും ആഭരണങ്ങളും മോഷ്ടിച്ചു. ഇതോടെ ആ കുടുംബത്തിന് വലിയ മാനക്കേടായി. അതിനെ തുടർന്നാണ് അവർ ബേവർലി ഹിൽസിലേക്ക് താമസം മാറിയത്. അതായത് ഇപ്പോൾ ജോസും കിറ്റിയും കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ വീട്ടിലേക്ക്. എറിക് ബേവർലി ഹിൽസ് ഹൈസ്കൂളിൽ പഠിക്കുവാനായിട്ട് ചേർന്നു. പഠന കാര്യത്തിൽ അവൻ പിന്നോട്ടായിരുന്നു, ഒരു ആവറേജ് സ്റ്റുഡന്റ്. പക്ഷേ പഠന കാര്യത്തിൽ പിന്നോട്ടാണെങ്കിലും മറ്റൊരു കാര്യത്തിൽ അവൻ മുൻപോട്ടായിരുന്നു. എറിക് നന്നായിട്ട് ടെന്നീസ് കളിക്കും, അതായിരുന്നു അവന്റെ ജീവൻ. വൈകാതെ അവൻ നല്ലൊരു ടെന്നീസ് പ്ലെയർ ആയിട്ട് മാറുകയാണ്. ഒരു റിച്ച് ആയ ഫാമിലി എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ വളരെ സന്തോഷകരമായിരുന്നു ഇവരുടെ ജീവിതവും. ആ സമയത്താണ് ഇവരുടെ ജീവിതത്തെ തകിടം മറിച്ച് കളഞ്ഞ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട സംഭവങ്ങൾ ഉണ്ടായത്. ഒരു നിമിഷം ഒരു കാര്യം കണ്ണടച്ച് ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തനിച്ചിരിക്കുന്ന സമയത്ത് അപരിചിതരായിട്ടുള്ള 2 പേർ തോക്കുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കടന്നു വന്നാൽ എന്തായിരിക്കും അപ്പോഴുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ? ആ അവസ്ഥയായിരുന്നു ജോസും കിറ്റിയും അന്ന് അനുഭവിച്ചത്. 1989 ഓഗസ്റ്റ് 20 ജോസ് മെനാൻഡസും കിറ്റി മെനാൻഡസും അവരുടെ വീട്ടിലെ ഹോം തിയേറ്ററിൽ ഒരു സിനിമ കാണുകയായിരുന്നു. ജെയിംസ് ബോണ്ട് സീരീസിലെ 10ാമത്തെ ചിത്രമായ ദ സ്പൈ ഹൂ ലവ്ഡ് മീ എന്ന ചിത്രമായിരുന്നു അവരപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇരുവരും അറിയുന്നുണ്ടായിരുന്നില്ല അല്പസമയത്തിനുള്ളിൽ അതിക്രൂരമായിട്ട് തങ്ങൾ വധിക്കപ്പെടുവാനായിട്ട് പോവുകയാണെന്ന്. സിനിമ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ അവരുടെ വീടിന്റെ ഉള്ളിലേക്ക് 2 രൂപങ്ങൾ പ്രവേശിച്ചു, കയ്യിൽ തോക്കുമായിട്ട്. ആ വീട്ടിലേക്ക് കടന്നു വന്ന അപരിചിതരെ ജോസും കിറ്റിയും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവരുടെ മുഖത്ത് ആശങ്കയും ഭയവും അതോടൊപ്പം അത്ഭുതവും ഉണ്ടായി. ഇരുവരും അക്രമികളുമായിട്ട് സംസാരിക്കുവാനും അവരെ ഒന്ന് കൺവിൻസ് ചെയ്യുവാനുമായിട്ട് ശ്രമിച്ചു. പക്ഷെ ഫലമുണ്ടായില്ല. അവരിൽ ഒരുവൻ ജോസിന് നേർക്ക് തന്റെ തോക്കുയർത്തി. താൻ കൊല്ലപ്പെടുവാനായിട്ട് പോവുകയാണെന്ന് ജോസ് തിരിച്ചറിയും മുൻപേ വെടിപൊട്ടി. ജോസിന്റെ തലയിലൂടെയാണ് ബുള്ളറ്റ് കടന്നുപോയത്. തലക്കേറ്റ 1ാമത്തെ വെടിയിൽ തന്നെ ജോസ് മെനാൻഡസ് മരിച്ച് നിലത്തേക്ക് വീണു. എന്നാൽ കൊലയാളികൾ അതുകൊണ്ട് നിർത്തിയില്ല. തങ്ങളുടെ പക, വൈരാഗ്യം തീരും വരെ അയാളുടെ നിർജീവമായ ശരീരത്തിൽ അവർ നിറയൊഴിച്ചു. കയ്യിലും കാലിലും ശരീരത്തിലും എന്നുവേണ്ട എല്ലായിടത്തും. കൊലയാളികളുടെ കൈവശമുണ്ടായിരുന്നത് 12 ഗേജ് ഷോട്ട് ഗൺ ആയിരുന്നു. വെടിയേറ്റ് ജോസിന്റെ ശരീരഭാഗങ്ങൾ അവിടമാകെ ചിതറിത്തെറിച്ചു. തിരിച്ചറിയുവാനായിട്ട് കഴിയാത്ത വിധം ആ ജഡം വികൃതമായി. ആ സമയത്തും കിറ്റി ജീവനോടെ ഇരിക്കുകയാണ്. കിറ്റിയുടെ ഞെട്ടൽ മാറിയിരുന്നില്ല. അല്പസമയം മുൻപ് വരെ തന്നോട് കളിച്ചും ചിരിച്ചും തമാശയും പറഞ്ഞിരുന്ന തന്റെ ഭർത്താവാണ് ഇപ്പോൾ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ഛിന്നഭിന്നമായിട്ട് നിലത്ത് കിടക്കുന്നത്. അവർ ഉറക്കെ നിലവിളിക്കുവാനായിട്ട് ആരംഭിച്ചു. അതേ സമയത്ത് കൊലയാളികളുടെ തോക്കുകൾ കിറ്റിയുടെ നേരെ തിരിഞ്ഞു. ഈ കാഴ്ച കിറ്റിയും കണ്ടു. അവരുടെ നിലവിളി നിലച്ചു. അല്പസമയത്തിനുള്ളിൽ തന്റെ ഭർത്താവിനെ പോലെ താനും ക്രൂരമായിട്ട് കൊല്ലപ്പെടുവാനായിട്ട് പോവുകയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ ജോസ് മെനാൻഡസിനെ കൊലപ്പെടുത്തിയതുപോലെ അത്ര എളുപ്പത്തിൽ കിറ്റിയെ കൊല്ലുവാനായിരുന്നില്ല കൊലയാളികളുടെ പ്ലാൻ. അവർ ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം. അതിനുവേണ്ടി അവർ ചെയ്ത കാര്യം ഇതാണ്. കൊലയാളികൾ ആദ്യം കിറ്റിയുടെ 2 കാലുകളിലും വെടിവെച്ചു. അതിനുശേഷം കിറ്റിയുടെ 2 കൈകളിലും നെഞ്ചിലും വെടിവെച്ചു. നമ്മൾ മുൻപ് കണ്ടതുപോലെ കൊലയാളികൾ ഉപയോഗിച്ചത് 12 ഗേജ് ഷോട്ട് ഗൺ ആണ്. ഈ തോക്കുകൊണ്ട് വെടിവെച്ചാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. വെടിയേറ്റ കിറ്റിയുടെ കയ്യിലെയും കാലിലെയും മാംസവും അസ്ഥിയും ചിന്നിച്ചിതറി. ആ സമയത്തും അവർക്ക് ജീവനുണ്ട്. തന്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് കിറ്റി നിലത്തുകൂടി എഴയുകയാണ്.
അപ്പോഴേക്കും കൊലയാളികളുടെ കൈവശമുള്ള തോക്കിലെ വെടിയുണ്ടകൾ തീർന്നു പോയിരുന്നു. ഇത് മനസ്സിലാക്കിയ അതിൽ ഒരുവൻ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി തന്റെ കാറിന് നേർക്ക് നടന്നു. കാറിന്റെ ഉള്ളിൽ നിന്നും ഏതാനും വെടിയുണ്ടകളും എടുത്തുകൊണ്ടാണ് അവൻ മടങ്ങി വന്നത്. വീണ്ടും ഗൺ റീലോഡ് ചെയ്ത് അവർ കിറ്റിയുടെ മുഖത്തിന് നേരെ നിറയൊഴിച്ചു. ആ വെടിയുണ്ടകളേറ്റ് കിറ്റിയുടെ മുഖം ചിന്നിച്ചിതറി അവർ മരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ക്രൈം സീനിലേക്ക് ആദ്യമായിട്ട് വന്ന പോലീസുകാർ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. അവർ പറഞ്ഞത് എന്താണ്? അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഞെട്ടിക്കുന്ന ഒരു ക്രൈം സീൻ കണ്ടിട്ടില്ല എന്നാണ്. ആ ഭീകരതയുടെ വ്യാപ്തി കുറച്ചുകൂടി മനസ്സിലാക്കുവാനായിട്ട് ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു സാധാരണ കൈത്തോക്ക് ഉപയോഗിച്ച് ഒരാളുടെ കയ്യിൽ വെടിവെച്ചാൽ ആ വെടിയുണ്ട ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വെടിയുണ്ടയുടെ അളവിൽ മാത്രമല്ല ഡാമേജ് ഉണ്ടാക്കുന്നത്, ആ വെടിയുണ്ടയുടെ വ്യാസത്തിലും ഏതാനും മില്ലിമീറ്റർ കൂടുതൽ വ്യാസത്തിൽ ഡാമേജ് ഉണ്ടാക്കിയാണ് ആ വെടിയുണ്ട കടന്നു പോവുക. ഒരു കൈത്തോക്കുമായിട്ട് ഒരു ഷോട്ട് ഗണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഏൽപ്പിക്കുന്ന ഡാമേജ് 10 ഇരട്ടി വലുതാണ്. ചുരുക്കത്തിൽ ഒരു ഷോട്ട് ഗൺ ഉപയോഗിച്ച് ഒരാളുടെ കയ്യിലോ കാലിലോ വെടിവെച്ചാൽ വെടിയുണ്ട കടന്നു പോകുന്ന ഭാഗത്തെ വലിയൊരു ഏരിയ അത് തകർത്തു കളയും. വലിയൊരു ദ്വാരമായിരിക്കും അവിടെ അവശേഷിക്കുക. ഒരു ഷോട്ട് ഗണ്ണിൽ നിന്നും പുറപ്പെടുന്ന ഒരു ഷോട്ടിന്റെ ആഘാതം ഇത്ര വലുതാണ്. അവിടെയാണ് നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്. ഈ കൊലയാളികൾ കിറ്റിയെയും ജോസിനെയും വെടിവെച്ചത് 16 തവണയാണ്. അവരുടെ ജഡം തിരിച്ചറിയുവാൻ പോലും കഴിയാതെ ചിന്നി ചിതറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കൊലയാളികൾ തങ്ങളുടെ കൃത്യം പൂർത്തിയാക്കിയ ശേഷം ആ വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ കയറി അവർ എവിടേക്കോ പോയി. ഈ സംഭവം നടന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് എറിക്കും ലൈലും അവരുടെ വീട്ടിലേക്ക് വരുന്നത്. തങ്ങളുടെ മാതാപിതാക്കൾ വെടിയേറ്റ് അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ച അവരെ ഞെട്ടിച്ചു. ഇരുവരും നിലവിളിച്ചു. തൊട്ടു പിന്നാലെ 911 വിളിച്ചു. പോലീസ് എത്തി ജഡമെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി ക്രൈം സീൻ ബന്ദോബസ്താക്കി. വൈകാതെ ഫോറൻസിക് ടീമും അവിടേക്ക് എത്തുകയാണ്. അവർ ക്രൈം സീൻ അനലൈസ് ചെയ്ത് തെളിവുകൾ ശേഖരിക്കുവാനായിട്ട് തുടങ്ങി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിൽക്കുന്ന ലൈലിനെയും എറിക്കിനെയും അവരെ കൊണ്ട് കഴിയും പോലെ അവർ ആശ്വസിപ്പിച്ചു. അതിനുശേഷം പോലീസ് അവിടെ നിന്നും പോയി. പോലീസ് ആ പരിസരത്തു നിന്നും പോയി എന്ന് കണ്ടതും ലൈലിന്റെയും എറിക്കിന്റെയും മുഖത്ത് വലിയൊരു ആശ്വാസമുണ്ടായി. ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അവരുടെ മുഖം പെട്ടെന്ന് മാറി. എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ചു എന്ന മട്ടിൽ ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഈ സാഹചര്യത്തിൽ ന്യായമായിട്ടും അവർ കരഞ്ഞുകൊണ്ട് നിൽക്കേണ്ടതാണ്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കും? യഥാർത്ഥത്തിൽ അന്ന് രാത്രിയിൽ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ ഊഹം വളരെ ശരിയാണ്. അന്ന് അവിടെ സംഭവിച്ചത് ഇതായിരുന്നു. ഈ ക്രൈം നടക്കുന്നതിനും ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് കിറ്റിയും ജോസും അവരുടെ വീട്ടിലെ തിയേറ്ററിൽ സിനിമ കാണുകയായിരുന്നു. ആ സമയത്താണ് പിന്നിൽ തോക്കുമായിട്ട് 2 പേർ വന്നു നിന്നത്. ആ തോക്കുധാരികളെ കണ്ടപ്പോൾ ഇരുവരുടെയും മുഖത്ത് ഭയവും അതോടൊപ്പം അത്ഭുതവും ഉണ്ടായി. അവരുടെ മുഖത്ത് അത്ഭുതമുണ്ടാകുവാനായിട്ട് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ തോക്കുമായിട്ട് വന്ന ആ 2 പേരെയും കിറ്റിക്കും ജോസിനും വളരെ നന്നായിട്ട് അറിയാം. അതും മറ്റാരുമായിരുന്നില്ല, അവരുടെ മക്കളായ ലൈലും എറിക്കുമായിരുന്നു. സ്വന്തം മാതാപിതാക്കളെ വളരെ ക്രൂരമായിട്ട് വെടിവെച്ച് കൊന്ന ശേഷമാണ് 911 വിളിച്ച് അവർ ഈ നാടകമെല്ലാം കളിച്ചത്. ലൈലും എറിക്കും സ്വന്തം മാതാപിതാക്കളെ കൊല ചെയ്തത് എന്തിനാണ്? അതിനു പിന്നിലെ കാരണം എന്താണ്? ഈ ചോദ്യം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് നിരവധി കാരണങ്ങളിലേക്കാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ മെനാൻഡസ് ഫാമിലി വളരെ ധനികരാണ്. ലൈലും എറിക്കും ഒരു പണക്കാരുടെ വീട്ടിലെ കുട്ടികൾ എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ആസ്വദിച്ചും അനുഭവിച്ചുമാണ് വളർന്നത്. അവർ എന്താവശ്യപ്പെട്ടാലും അവർക്കത് ഉടനടി കിട്ടുമായിരുന്നു. പക്ഷേ ഒരു കണ്ടീഷന്റെ പുറത്ത്. കിറ്റിയും ജോസും അത് അനുവദിച്ചെങ്കിൽ മാത്രമാണ് ലൈലിനും എറിക്കിനും അത് കിട്ടൂ. അവർ വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേണ്ട എന്ന് തന്നെയാണ്. ആ വസ്തു അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പോലും. വർഷങ്ങൾ അങ്ങനെ മുൻപോട്ട് പോയി. ലൈലിനും എറിക്കിനും പ്രായപൂർത്തിയായി. ആ സമയത്താണ് അവരുടെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നു വന്നത്. തങ്ങളുടെ മാതാപിതാക്കൾ വളരെ സമ്പന്നരാണ് എന്ന് വിചാരിച്ച് അതുകൊണ്ട് തങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. അവർ ഇല്ലാതായാൽ എന്തായിരിക്കും സംഭവിക്കുക? മാതാപിതാക്കളുടെ ഭാരിച്ച സമ്പത്ത് തങ്ങളുടെ കൈവശം വരും. പിന്നെ അതുപയോഗിച്ച് തങ്ങൾക്ക് നിഷിദ്ധമായ, അതായത് അവർ അനുവദിക്കാത്ത പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പറ്റും. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാം. ആരും ഒന്നും ചോദിക്കുവാനും പറയുവാനുമില്ല. ഇരുവർക്കും അറിയാം തങ്ങളുടെ മാതാപിതാക്കളുടെ മരണശേഷം ആ സ്വത്തിന്റെ അവകാശികൾ തങ്ങളാണെന്ന്. പക്ഷേ അവർ സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാൽ മരിക്കണമെങ്കിൽ കാലങ്ങൾ കുറെ എടുക്കും. അതുവരെയൊന്നും കാത്തിരിക്കുവാനായിട്ട് ലൈലിനും എറിക്കിനും കഴിയുമായിരുന്നില്ല. അവർ നാളെ മരിക്കുകയാണെങ്കിൽ നാളെ തന്നെ ആ പണം തങ്ങൾക്ക് വന്നു ചേരും. ഇതായിരുന്നു അവരുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ. മാത്രവുമല്ല, ഈ അടുത്ത കാലത്താണ് ജോസ് മെനാൻഡസ് തന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തത്. ഏകദേശം $5 മില്യൺ വരുന്ന പോളിസി ആയിരുന്നു അത്. ഈ കാര്യം ലൈലിനും എറിക്കിനും അറിയാം. അവർ മരിച്ചാൽ അവരുടെ ഭാരിച്ച സ്വത്തും എസ്റ്റേറ്റുകളും മാത്രമല്ല, ഈ $5 മില്യൺ കൂടി തങ്ങളുടെ കൈവശം വരും. ഒടുവിൽ ഇരുവരും ചേർന്ന് ആ തീരുമാനം എടുക്കുകയാണ്. തങ്ങളുടെ മാതാപിതാക്കളെ വധിക്കുക.
പിന്നെ അവരുടെ സ്വത്ത് കൈവശമാക്കുക, അതുപയോഗിച്ച് അടിച്ചു പൊളിച്ച് ആഡംബരപൂർണമായ ജീവിതം നയിക്കുക. 1989 ഓഗസ്റ്റ് 20 അതായിരുന്നു തങ്ങളുടെ മാതാപിതാക്കളെ വധിക്കുവാൻ ലൈലും എറിക്കും തെരഞ്ഞെടുത്ത ദിവസം. അതിനായിട്ട് ഇരുവരും ചേർന്ന് ചില മുന്നൊരുക്കങ്ങൾ നടത്തി. ഓഗസ്റ്റ് 18 അതായത് ഈ ക്രൈം നടക്കുന്നതിനും 2 ദിവസം മുൻപ് ലൈലും എറിക്കും അവരുടെ വീട്ടിൽ നിന്നും 150 കിലോമീറ്റർ ദൂരെയുള്ള സാന്റിയാഗോയിലേക്ക് കാർ ഓടിച്ചു. അവിടെയുള്ള സദേൺ കാലിഫോർണിയ ഗൺ സ്റ്റോർസ് എന്ന കടയിൽ നിന്നും ഇരുവരും 2 കൈത്തോക്ക് വാങ്ങി. കൂടാതെ ഒരു മോസ്ബർഗ് 12 ഗേജ് ഷോട്ട് ഗണ്ണും വാങ്ങി. ഈ തോക്കുകൾ വാങ്ങുവാനായിട്ട് ലൈൽ തന്റെ കൂട്ടുകാരനായ ഡെനോവന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഉപയോഗിച്ചത്. ആ ഡ്രൈവിംഗ് ലൈസൻസ് ആവട്ടെ അവനറിയാതെ ലൈൽ മോഷ്ടിച്ചതായിരുന്നു. ആരും കാണാതിരിക്കുവാനായിട്ട് ആ തോക്കുകൾ അവർ തങ്ങളുടെ കാറിന്റെ ഉള്ളിൽ മറച്ചു വെച്ചു. വൈകാതെ അവർ പ്രതീക്ഷിച്ച ആ ദിവസം വരികയാണ്. ഓഗസ്റ്റ് 20 രാത്രിയാകുവാനായിട്ട് ഇരുവരും കാത്തിരുന്നു. കാരണം തങ്ങൾ ചെയ്യുവാനായിട്ട് പോകുന്ന ക്രൈമിന് പറ്റിയ സമയം അതാണെന്ന് ഇരുവർക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ രാത്രി കടന്നു വന്നു. ലൈലും എറിക്കും തങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തങ്ങളുടെ മാതാപിതാക്കളെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. അങ്ങനെ ഈ ക്രൈമിന്റെ 1ാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു. ലൈലും എറിക്കും അടുത്തതായിട്ട് 2ാം ഘട്ടത്തിലേക്ക് കടന്നു. പോലീസിന് യാതൊരു സംശയവും തങ്ങളുടെ നേർക്ക് വരുവാനായിട്ട് പാടില്ല. അതിനുവേണ്ട വഴികളും ഇവർ മുൻകൂട്ടി ആലോചിച്ചു വെച്ചിരുന്നു. ഒരു അലിബി വ്യാജമായിട്ട് സൃഷ്ടിക്കുക, ക്രൈം നടന്ന സമയത്ത് തങ്ങൾ ഈ വീട്ടിൽ ഇല്ലായിരുന്നുവെന്ന് വരുത്തി തീർക്കുക. എറിക്കും ലൈലും അതിനു വേണ്ടിയിട്ട് ചെയ്ത കാര്യം ഇതാണ്. ജോസിനെയും കിറ്റിയെയും കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. അവരിപ്പോൾ കാർ ഓടിച്ചു പോകുന്ന വഴിയുടെ പേര് മുൾഹോളണ്ട് ഡ്രൈവ് എന്നാണ്. ആ സ്ഥലത്ത് എവിടെയോ അവർ ആയുധങ്ങൾ കുഴിച്ചിട്ടു. എന്നിട്ടൊരു സിനിമ കാണുവാനായിട്ട് നേരെ തിയേറ്ററിലേക്ക് പോയി. ബാറ്റ്മാൻ എന്ന ചിത്രമായിരുന്നു അവിടെ ഓടിക്കൊണ്ടിരുന്നത്. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ലൈലും എറിക്കും ഒരു കാര്യം മനസ്സിലാക്കിയത്. സിനിമ കണ്ടു എന്ന് വിചാരിച്ച് അവർക്ക് വ്യാജമായിട്ടൊരു അലിബി സൃഷ്ടിക്കുവാനായിട്ട് കഴിയില്ല. കാരണം തിയേറ്ററിൽ നിന്നും കൊടുക്കുന്ന ഓരോ ടിക്കറ്റിനും ടൈം സ്റ്റാമ്പ് ഉണ്ടായിരിക്കും. അതായത് കൃത്യമായിട്ട് സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പോലീസിന് എങ്ങനെയെങ്കിലും ഇവരുടെ നേർക്ക് സംശയം ഉണ്ടായെന്ന് കരുതുക. ഈ ടിക്കറ്റ് കാണിച്ച് അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയില്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് മരണസമയം കണ്ടെത്തിയിരിക്കും. ആ സമയവും ടിക്കറ്റിലെ ടൈമും തമ്മിൽ കണക്ക് കൂട്ടുമ്പോൾ പോലീസുകാർക്ക് നിസ്സാരമായിട്ട് കാര്യം മനസ്സിലാവും. അവരുടെ മാതാപിതാക്കളെ കൊല ചെയ്തിട്ട് അവർക്ക് ഇവിടെ വന്നിട്ട് സിനിമ കാണുവാനുള്ള സമയമുണ്ട് എന്ന്. അപ്പോഴാണ് മെനാൻഡസ് ബ്രദേഴ്സ് സാന്റാ മോണിക്ക ഓഡിറ്റോറിയത്തിൽ ടേസ്റ്റ് ഓഫ് എൽഎ എന്ന ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം ഓർത്തത്. അവർ നേരെ അവിടേക്ക് പുറപ്പെട്ടു. എന്നിട്ട് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുവാനായിട്ട് 2 ടിക്കറ്റ് വാങ്ങി. മെനാൻഡസ് ബ്രദേഴ്സ് മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ശേഷം ഒന്നും അറിയാത്തതുപോലെ അവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ശേഷം ലൈല് 911 കോൾ ചെയ്തു. എന്നിട്ട് തങ്ങളുടെ മാതാപിതാക്കളെ ആരോ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതേ സമയത്ത് എറിക്കിയ പശ്ചാത്തലത്തിൽ നിലവിളിച്ചുകൊണ്ട് ആ രംഗത്തിന് കൊഴുപ്പ് കൂട്ടി. സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തിയ പോലീസിനെ വളരെ തന്മയത്വത്തോടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനായിട്ട് ഇരുവർക്ക് സാധിച്ചു. 2 സഹോദരന്മാരും പോലീസുകാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തങ്ങൾ ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുവാനായിട്ട് പുറത്തു പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ബിസിനസ് സംബന്ധമായിട്ട് ജോസ് മെനാൻഡസിന് നിരവധി ശത്രുക്കൾ ഉണ്ടായിരുന്നിരിക്കണം. അവരായിരിക്കണം ഈ കൊലയ്ക്ക് പിന്നിലെ കാരണം. ഓഫീസർമാരും അത് വിശ്വസിച്ചു. മെനാൻഡസ് ബ്രദേഴ്സ് ഇതുവരെയും എന്താണോ പ്ലാൻ ചെയ്തത് അത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കി. അവർ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? മാതാപിതാക്കളുടെ സ്വത്ത് എത്രയും വേഗം തങ്ങളുടെ കൈവശം വരുവാനും അത് ദൂർത്തടിക്കുവാനും. ഇനി അതിനുള്ള സമയമാണ്. ജോസ് മെനാൻഡസിന്റെയും കിറ്റിയുടെയും മരണത്തിന്റെ തൊട്ടു പിന്നാലെ അവർ വളരെ ആഡംബരപൂർണമായിട്ട് ജീവിക്കുവാൻ തുടങ്ങി. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടി. 1989 ഓഗസ്റ്റ് 24 ജോസിനെയും കിറ്റിയെ സംസ്കരിച്ചത്. അതായത് മരണം നടന്ന 4 ദിവസത്തിന് ശേഷം. ലൈൽ ഇതിനുള്ളിൽ $15,000 മുടക്കി 3 റോളക്സ് വാച്ചുകൾ വാങ്ങി. ആ റോളക്സ് വാച്ചും ധരിച്ചുകൊണ്ടാണ് അവൻ മാതാപിതാക്കളുടെ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുത്തത്. ഈ കൊലപാതകം നടന്ന കേവലം 1 മാസത്തിനുള്ളിൽ ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് $1000 ഇരുവരും ചേർന്ന് ചെലവാക്കിയത്. നിരവധി ബിസിനസ്സുകളിൽ ഇവർ പണമിറക്കി. അതുപോലെ കരീബിയയിലേക്കും ലണ്ടനിലേക്കും വിനോദയാത്ര പോയി. $5.5 ലക്ഷം മുടക്കി ലൈല് ഒരു റെസ്റ്റോറന്റ് വാങ്ങി. അതിന് മിസ്റ്റർ ബഫലോ വിങ്സ് എന്ന് പേരിട്ടു. അതുപോലെ $60,000 മുടക്കി ഒരു പോഷെ കരീര സ്പോർട്സ് കാറും വാങ്ങി. ഈ 2 സഹോദരന്മാരും ചേർന്ന് ന്യൂയോർക്ക് നഗരത്തിൽ എമ്പാട് ഷോപ്പിംഗ് നടത്തി. അതും കൂടാതെ ഏതാനും ബോഡി ഗാർഡുകളെയും തങ്ങൾക്ക് വേണ്ടി നിയമിച്ചു. അവർ എവിടെ പോയാലും ഈ ബോഡി ഗാർഡുകൾ കൂടെ കാണും. ഒരു സെലിബ്രിറ്റി ലെവലിലായിരുന്നു അവരുടെ ജീവിതം. അതേ സമയത്ത് എറിക്കും പണം ദൂർത്തടിക്കുന്നതിൽ ഒട്ടും പിന്നോട്ടല്ലായിരുന്നു. നമ്മൾ മുൻപ് കണ്ടതാണ്. എറിക്ക് നല്ലൊരു ടെന്നീസ് പ്ലെയർ ആണ്. എറിക്ക് $60,000 മുടക്കി തനിക്ക് വേണ്ടി ഒരു ടെന്നീസ് കോച്ചിനെ ഏർപ്പാട് ചെയ്തു. പിന്നെ അയാളുടെ കീഴിൽ പരിശീലനം തുടങ്ങി. വളരെ കഠിനമായ പരിശീലനം. ഇസ്രയേലിൽ നടക്കുന്ന ഒരു ടെന്നീസ് ടൂർണമെന്റിൽ പങ്കെടുക്കുവാനായിരുന്നു അത്. ഇതിനിടയിൽ ന്യൂയോർക്ക് നഗരത്തിൽ ന്യൂയോർക്ക് നിക്സ് എന്ന് വിളിക്കുന്ന ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടന്നു. ഈ ടൂർണമെന്റ് കാണുവാനായിട്ട് ധാരാളം ജനങ്ങൾ മൈതാനത്തിൽ ഒത്തുകൂടി. അമേരിക്കയിലെ എക്കാലത്തെ മികച്ച ബാസ്കറ്റ്ബോൾ ഗെയിമറായ മാർക്ക് ജാക്സണും ഇതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഈ ഗെയിം കാണുവാനായിട്ട് ഫ്രണ്ട് റോയിൽ എറിക്കും ലൈലും വലിയ വില കൊടുത്ത് 2 ടിക്കറ്റുകൾ വാങ്ങി. ആ സമയത്ത് ഇവർ വളരെ താല്പര്യപൂർവ്വം ഗെയിം കാണുന്നത് ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയിരുന്നു. ആ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സാധാരണക്കാർ ഈ ചിത്രം കാണുകയും
കാണുകയാണെങ്കിൽ, അതായത് ഇവരുടെ പിന്നാമ്പുറ ചരിത്രം അറിയാത്തവർ ഈ ചിത്രം കാണുകയാണെങ്കിൽ ഒരു സാധാരണ ചിത്രമായിട്ടേ തോന്നൂ. എന്നാൽ ഇവരുടെ ഹിസ്റ്ററി, ഇവർ ചെയ്ത ക്രൈമിനെ കുറിച്ച് അറിയാവുന്നവർ ഈ ചിത്രം കാണുകയാണെങ്കിൽ ഒന്ന് ഞെട്ടും. സ്വന്തം മാതാപിതാക്കളെ അരുങ്കൊല ചെയ്തിട്ടാണ് ഒന്നും അറിയാത്തതുപോലെ അവർ വന്ന് ഈ ഗെയിം കാണുന്നത്. അവരുടെ മനസ്സിന്റെ കാഠിന്യം നിങ്ങൾ ഓർത്തു നോക്ക്. ഒരു വശത്ത് ലൈലും മെറിക്കും ആഡംബരപൂർണമായ ജീവിതം നയിച്ചു വരുമ്പോൾ, മറുവശത്ത് മെനാൻഡസ് ഫാമിലി മർഡർ കേസ് പോലീസ് വളരെ തീവ്രമായിട്ട് അന്വേഷിച്ചു വരികയായിരുന്നു. ക്രൈം സീനിൽ നിന്നും അവർക്ക് കാര്യമായിട്ടുള്ള യാതൊരു എവിഡൻസും കിട്ടിയില്ല. ഈ കേസ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ അവർ കുഴങ്ങി നിൽക്കുകയാണ്. പ്രധാനമായിട്ടും 2 രീതികളെ അവലംബിച്ചാണ് പോലീസ് ഒരു കേസ് അന്വേഷിക്കുക, പ്രത്യേകിച്ചും കൊലക്കേസുകൾ. അതിൽ ഒന്നിതാണ്, ക്രൈം സീനിൽ നിന്നും കിട്ടുന്ന എവിഡൻസുകൾ, അതായത് ഫിംഗർ പ്രിന്റുകൾ, ഫുട് പ്രിന്റുകൾ, കൊലയാളിയിൽ നിന്നും അറിയാതെ വീണുപോയ വസ്തുക്കൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകും. രണ്ടാമത്തെ രീതി ഇതാണ്, കൊല്ലപ്പെട്ടവരുടെ ബാക്ക്ഗ്രൗണ്ട് അവർ അന്വേഷിക്കും. അവരുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ ബിസിനസ് എന്താണ്, ഇവർക്ക് ആരൊക്കെയായിരുന്നു ശത്രുക്കൾ ഉള്ളത്, ഈ വ്യക്തികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ലാഭം ആർക്കാണ് കിട്ടുന്നത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. പോലീസ് കിറ്റി മെനാൻഡസിനെയും ജോസ് മെനാൻഡസിനെയും ചുറ്റിപ്പറ്റിയുള്ള ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവരുടെ സുഹൃത്തുക്കൾ, സ്വന്തക്കാർ, ബന്ധുക്കൾ, ബിസിനസ് പാർട്ട്നേഴ്സ്, അങ്ങനെ തുടങ്ങി നിരവധി ആളുകളെ അവർ ചോദ്യം ചെയ്തു. ഏകദേശം 100-ലധികം വരുമായിരുന്നു അവരുടെ എണ്ണം. പക്ഷേ അന്വേഷണത്തിൽ അവർക്കൊന്നും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അന്വേഷണം ആരംഭഘട്ടത്തിൽ തന്നെ വന്നു നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇതൊരു കോൾഡ് കേസായിട്ട് മാറുമെന്ന് അവർക്ക് തന്നെ തോന്നുവാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് പോലീസിന്റെ കണ്ണിൽ ലൈലും മെറിക്കും പെടുന്നത്. അവരുടെ ആഡംബരപൂർണമായ ജീവിതം പോലീസ് ശ്രദ്ധിച്ചു. പെട്ടെന്നൊരു ദിവസം പണക്കാരായ ഒരു ദമ്പതികൾ കൊല്ലപ്പെടുന്നു. അതിന്റെ അടുത്ത ദിവസം മുതൽ അവരുടെ മക്കൾ വളരെ ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്നു. അവർ ഉല്ലാസയാത്ര പോകുന്നു, കാറുകൾ വാങ്ങുന്നു, ലക്ഷൂറിയസ് ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങുന്നു, പുതിയ പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവ തമ്മിൽ ഒത്തുനോക്കുമ്പോൾ ഒരു പൊരുത്തമില്ലായ്മ ആർക്കും തോന്നും. ഇവിടെയും അതാണ് സംഭവിച്ചത്. ക്രമേണ പോലീസിന്റെ സംശയം ലൈലിന്റെയും മെറിക്കിന്റെയും നേർക്ക് തിരിഞ്ഞു. പണം തട്ടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം മാതാപിതാക്കളെ ഇവർ തന്നെ ആയിരിക്കും കൊന്നത് എന്ന് അവർക്ക് തോന്നി. പക്ഷേ ആ തോന്നൽ വെച്ച് ഇരുവരെയും അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയില്ല. അതിന് മതിയായിട്ടുള്ള തെളിവുകൾ വേണം. അതേസമയം പോലീസിന്റെ സംശയത്തെ ശരിവെക്കുന്ന മറ്റൊരു സംഭവമുണ്ടായി. ഒരു ദിവസം മെനാൻഡസ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർമാരുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അയാൾക്ക് അവർക്ക് കൈമാറുവാനായിട്ട് ഒരു കഥയുണ്ടായിരുന്നു. സാർ, എന്റെ പേര് ക്രെയ്ഗ് സിഗ്നറലി എന്നാണ്. ഹൈസ്കൂളിൽ ഞാനും എറിക്കും ഒരുമിച്ചാണ് പഠിച്ചത്. ഞങ്ങൾ വലിയ കൂട്ടുകാരാണ്. പഠിക്കുന്ന സമയത്ത് ഞാനും എറിക്കും ചേർന്ന് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരുന്നു. പ്രധാനമായിട്ടും എറിക്കാണ് എഴുതിയത്. ആ തിരക്കഥയുടെ പേര് ഫ്രണ്ട്സ് എന്നാണ്. കഥ ഇതാണ്. സ്വത്ത് കൈവശപ്പെടുത്തുവാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ തന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു. അതും വളരെ പെർഫെക്ഷനായിട്ട്, ആർക്കും യാതൊരു സംശയവും വരാതെ. ജോസ് മെനാൻഡസും കിറ്റിയും കൊല്ലപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഈ തിരക്കഥയെക്കുറിച്ചാണ്. എനിക്കൊരു സംശയമുണ്ട്, ഒരു പക്ഷേ എറിക്കും ലൈലുമായിരിക്കും ഇതിന് പിന്നിൽ. ഇത് കേട്ടതും പോലീസുകാർ ഒരു കാര്യം തീരുമാനിച്ചു. ഈ ക്രെയ്ഗ് സിഗ്നറലിയെ ഒരു കരുവായിട്ട് ഉപയോഗിക്കാം. അവർ ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, നീയും എറിക്കും സുഹൃത്തുക്കളല്ലേ, ഒരു കാര്യം ചെയ്യുക, എറിക്കിനെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് ക്ഷണിക്ക്, എന്നിട്ട് അവനുമായിട്ട് സാധാരണ എന്ന പോലെ സംസാരിക്കുക. സംസാരത്തിനിടയിൽ നീ ഒരു കാര്യം ചോദിക്കണം, ജോസിനെയും കിറ്റിയെയും കൊന്നത് നിങ്ങളാണോ എന്ന്. അവനത് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടാം. ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിന്റെ ദേഹത്തൊരു മൈക്ക് ഘടിപ്പിക്കാം. ഇതൊരു റെക്കോർഡർ കൂടിയാണ്. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഡിവൈസ് റെക്കോർഡ് ചെയ്യും. അത് വളരെ ശക്തമായൊരു തെളിവാണ്. ക്രെയ്ഗ് സിഗ്നറലിയും പോലീസിന്റെ നീക്കത്തിന് സമ്മതം മൂളി. അങ്ങനെ അവർ അവന്റെ ദേഹത്ത് ഒരു മൈക്ക് ഘടിപ്പിച്ചു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം സിഗ്നറലി എറിക്കിനെ ഒരു ഡിന്നറിന് വിളിച്ചു. ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഇരുവരും മീറ്റ് ചെയ്തു. ഇരുവരും അനേകം കാര്യങ്ങൾ സംസാരിച്ചു. ഇതിനിടയിൽ രണ്ടുപേരും ചേർന്ന് പണ്ട് എഴുതിയ ഫ്രണ്ട്സ് എന്ന തിരക്കഥയും സംസാര വിഷയമായി. അപ്പോൾ ക്രെയ്ഗ് സിഗ്നറലി വളരെ നയത്തിൽ എറിക്കിനോട് ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ തിരക്കഥയിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതാണിപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എനിക്കൊരു സംശയമുണ്ട് എറിക്, നീയാണോ ഇതിന് പിന്നിലെന്ന്. നീ ആണെങ്കിൽ കാര്യം എന്നോട് പറയൂ. എന്നാൽ എറിക്ക് ഇതിനെ ശക്തിയുക്തം എതിർത്തു. തന്റെ മാതാപിതാക്കളെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നവൻ പറഞ്ഞു. അതോടെ ആ സംസാരം അവിടെ അവസാനിച്ചു. പോലീസിന്റെ പദ്ധതി വിജയിച്ചില്ല. പോലീസിന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഇത്. അതാണ് പരാജയപ്പെട്ടത്. അവർക്കിനി മുൻപോട്ട് പോകുവാനായിട്ട് യാതൊരു വഴിയുമില്ല. ഇതിനിടയിൽ ലൈലിന്റെ സുഹൃത്തായ ഗ്ലെൻ സ്റ്റീവൻസണിൽ നിന്നും പോലീസ് മറ്റൊരു കാര്യം അറിഞ്ഞു. ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനായിരുന്നു ഗ്ലെൻ സ്റ്റീവൻസൺ. അവനെ ഉപയോഗിച്ച് ലൈല് ജോസിന്റെ വിൽപത്രത്തിൽ ഒരു തിരിമറി നടത്തി. ജോസ് മെനാൻഡസ് തന്റെ കമ്പ്യൂട്ടറിൽ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്ലെൻ സ്റ്റീവൻസനെ കൊണ്ട് ലൈല് പൂർണ്ണമായിട്ടും ഇറേസ് ചെയ്യിച്ചു. ഒരു പക്ഷേ വിൽപത്രത്തിൽ ഈ 2 സഹോദരന്മാരെ കൂടാതെ മറ്റാർക്കെങ്കിലും ഒരു വലിയ തുക നീക്കി വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അത് ഇല്ലാതാക്കുവാനായിരിക്കണം അവൻ അങ്ങനെ ചെയ്തത്. എന്തായാലും അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് യാതൊരു തുമ്പും ഇല്ലാത്തതുകൊണ്ട് പോലീസ് താൽക്കാലികമായിട്ട് ഈ കേസ് ക്ലോസ് ചെയ്തു. ഇതൊരു കോൾഡ് കേസായിട്ട് മാറുവാൻ പോവുകയാണ്. പോലീസ് താൽക്കാലികമായിട്ട് ഈ കേസ് ക്ലോസ് ചെയ്തു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ 2 സഹോദരന്മാർക്കും വലിയ സന്തോഷമായി. കാരണം ഇരുവർക്കും വലിയ സംശയമുണ്ടായിരുന്നു.
പോലീസിന്റെ സംശയം തങ്ങളുടെ നേർക്കാണോ എന്ന്. രണ്ടുപേരും അവരുടെ ലക്ഷൂറിയസ് ലൈഫുമായിട്ട് മുൻപോട്ട് പോയി. അധികം വൈകാതെ ലൈലും എറിക്കും ബേവർലി ഹിൽസിലെ അവരുടെ വീട്ടിൽ നിന്നും താമസം മാറി. തൊട്ടടുത്തുള്ള മറീന ഡെൽ റേയിലെ ഒരു ആഡംബര അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ അവർ വീടെടുത്തു. സിനിമാ തിയേറ്ററും പാർട്ടി ഹാളും റെസ്റ്റോറന്റും അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. വെറും 6 മാസം കൊണ്ട് ഇവർ ദൂർത്തടിച്ച് കളഞ്ഞത് ഏകദേശം $10 ലക്ഷം അടുത്താണ്. ഈ തുകയുടെ ഭൂരിഭാഗവും വന്നത് ജോസ് മെനാൻഡസിന്റെ പോളിസിയിൽ നിന്നുമായിരുന്നു. കാര്യങ്ങളെല്ലാം ശാന്തമായിരിക്കുന്നു. തങ്ങളെ ആരും ഇനി പിടികൂടുവാനായിട്ട് പോകുന്നില്ല. രണ്ടുപേരും അങ്ങനെ തന്നെയാണ് ഉറച്ചു വിശ്വസിച്ചത്. എന്നാൽ അതേസമയം മറുവശത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഏർപ്പെട്ട അപമാനം വളരെ വലുതായിരുന്നു. കാരണം കൊല്ലപ്പെട്ട കിറ്റിയും ജോസും സമൂഹത്തിൽ വളരെ വലിയവരാണ്. എത്രയേറെ സമ്മർദ്ദങ്ങൾ മുകളിൽ നിന്നും ഉണ്ടായിട്ടും അവർക്ക് ഈ കേസ് എങ്ങും എത്തിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മാധ്യമങ്ങൾ നിശിതമായിട്ട് പോലീസിനെ വിമർശിച്ചു. അവരുടെ കഴിവുകേടിനെ അവർ ചോദ്യം ചെയ്തു. ഔദ്യോഗികമായിട്ട് കേസ് ക്ലോസ് ചെയ്തെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് എവിടെയെങ്കിലും വെച്ച് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവരും. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അവരുടെ അടുത്തേക്ക് അവർ പോലും വിചാരിക്കാത്ത വലിയൊരു തെളിവ് കടന്നു വന്നു. അത് വെറും ഒരു ക്ലൂ ആയിരുന്നില്ല. ഈ കേസിനെ പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യുവാനുള്ളൊരു ക്ലൂ ആയിരുന്നു. എറിക് മെനാൻഡസിന്റെ വായിൽ നിന്നുമായിരുന്നു ആ തെളിവ് പുറത്തേക്ക് വന്നത്. മനസാക്ഷി അതാണ് അവനെ ചതിച്ചത്. ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് കരുതുക, അവനത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുവെന്നും കരുതുക. ഒരു പക്ഷേ അവന് നിയമത്തിന്റെയും ജനങ്ങളുടെയും കണ്ണിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞേക്കും. എന്നാൽ ഒരാളുടെ അടുത്തു നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയില്ല. അതവന്റെ മനസാക്ഷിയാണ്. ആഗ്രഹിച്ചതുപോലെ എത്രയൊക്കെ ആഡംബരപൂർണമായ ജീവിതം നയിച്ചാലും എറിക്കിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ടായിരുന്നു. എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം മാതാപിതാക്കളെയാണ് താൻ കൊല ചെയ്തത്. ഈ ചിന്ത അവന്റെ ഉള്ളിൽ കിടന്ന് നീറിപ്പുകഞ്ഞു. ദിവസം ചൊല്ലും തോറും അത് വളർന്നു വലുതായി. അതവനെ ഒടുവിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ എത്തിക്കുകയാണ്. ഒരു ഘട്ടത്തിലെ കുറ്റബോധം അവന് താങ്ങുവാനായിട്ട് കഴിയാത്ത അവസ്ഥയായി. അതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് അവനൊരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചു. അയാളുടെ പേര് ജെറോ മോസിയൽ എന്നാണ്. ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരാൾ തെറാപ്പിക്ക് പോകുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങളുടെ ഡിപ്രഷന്റെ കാരണം എന്താണ്? ഇതൊരു ഡോക്ടർ രോഗി തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും പുറത്തു പോകില്ല. ആ ഉറപ്പുള്ളത് കൊണ്ട് എറിക്ക് ഡോക്ടർ ഒസിയലിന്റെ അടുത്ത് കുറ്റസമ്മതം നടത്തി. തന്റെ മാതാപിതാക്കളെ താനും സഹോദരനും ചേർന്നാണ് കൊലപ്പെടുത്തിയത്. അതാണ് തന്റെ വിഷമത്തിന് കാരണം. ഈ കുമ്പസാരം കേട്ട ഡോക്ടർ ഒസിയൽ ഞെട്ടിപ്പോയെന്ന് പറയാം. കാരണം അത്രയ്ക്കും പ്രമാദമായ കേസാണ് മെനാൻഡസ് ഫാമിലിയുടെ കൂട്ടക്കൊല. എന്നാൽ ആ സമയത്ത് എറിക് മറ്റൊരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ വിചാരിച്ചതുപോലെ അത്ര നല്ലവനൊന്നും ആയിരുന്നില്ല ഡോക്ടർ ഒസിയൽ. മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. തന്റെ അടുക്കൽ വരുന്ന രോഗികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അയാൾ അവരറിയാതെ റെക്കോർഡ് ചെയ്യുമായിരുന്നു. ഈ റെക്കോർഡ് വലിയൊരു തെളിവാണ്. ഈ തെളിവ് ഉപയോഗിച്ച് അയാൾ അവരെ ബ്ലാക്ക്മെയിലും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡോക്ടർ ഒസിയൽ കാരണമായിരിക്കും ലൈലും മെറിക്കും പിടിക്കപ്പെട്ടത് എന്ന്. എന്നാൽ അവിടെയാണ് ഈ കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. ഇവർ പിടിക്കപ്പെടുവാനായിട്ട് ഡോക്ടർ ഒസിയൽ ഒരു കാരണമായി എന്നുള്ളത് ശരിയാണ്. എന്നാൽ അയാളുമായിരുന്നില്ല കുറ്റവാളികളെ പിടികൂടുവാനായിട്ട് പോലീസിനെ സഹായിച്ചത്. മെനാൻഡസ് പ്രദേശ് അറസ്റ്റിലായതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഒരു സ്ത്രീയായിരുന്നു. വിധി വളരെ വിചിത്രമായ രീതിയിലാണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടത്. ഇന്നേ വരെ ഇവർ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഇവരുമായിട്ട് യാതൊരു പരിചയവുമില്ലാത്ത, ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്ത്രീ മൂലം ഇവർ അറസ്റ്റിലായി. അതിന്റെ കാരണം ഇതായിരുന്നു. ഒരു ദിവസം ബെവർലി ഹിൽസിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവതി കടന്നു വരികയാണ്. കാണുവാനായിട്ട് വലിയ തരക്കേടില്ലാത്തൊരു യുവതി. അവരുടെ പേര് ജുഡലോൺ സ്മിത്ത് എന്നായിരുന്നു. സ്റ്റേഷനിലേക്ക് കടന്നു വന്ന ജുഡലോൺ അവിടെ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസർമാരോട് ഒരു കാര്യം പറഞ്ഞു: മെനാൻഡസ് ഫാമിലിയെ കൊല ചെയ്തത് ആരാണെന്ന് എനിക്കറിയാം. അത് മറ്റാരുമല്ല, അവരുടെ മക്കളായ ലൈലും എറിക്കുമാണ്. അതിനുള്ള തെളിവുകളും എൻ്റെ അടുത്തുണ്ട്. ഈ സ്ത്രീയുടെ ഈ പ്രസ്താവന കേട്ടതും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും ഒരു നിമിഷം ഉറഞ്ഞുപോയി. അവർ ആശ്ചര്യത്തോടെ അവരെ നോക്കി. ആരാണ് ജുഡലോൺ സ്മിത്ത്? അവർക്ക് ഈ കേസുമായിട്ട് എന്താണ് ബന്ധം? ലൈലും മെറിക്കുമാണ് കുറ്റവാളികളെന്ന് അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? എന്താണ് അവരുടെ കൈവശം അതിനുള്ള തെളിവുകൾ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ട വ്യക്തി മറ്റൊരാളാണ്. ഡോക്ടർ ജെറോ മോസിയലാണ്. എറിക് തന്റെ മനസാക്ഷിയുടെ പീഡനം സഹിക്കുവാൻ കഴിയാതെ ഡോക്ടർ ജെറോ മോസിയലിന്റെ അടുത്ത് പോയിട്ട് കുമ്പസാരിച്ച കാര്യം ലൈൽ എങ്ങനെയോ അറിഞ്ഞു. അവൻ എറിക്കിനെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ഒരുപക്ഷെ ഭാവിയിൽ ഈ ഡോക്ടർ തങ്ങൾക്കൊരു ഭീഷണിയായിട്ട് മാറിയേക്കുമെന്ന് അവന് തോന്നി. അതുകൊണ്ട് രണ്ട് സഹോദരന്മാരും ഒരു കാര്യം ചെയ്തു. ഒരു ദിവസം നേരെ ഡോക്ടർ ഒസിയലിന്റെ ഓഫീസിലെത്തി അയാളെ കണ്ടു. എന്നിട്ട് ഡോക്ടറെ ഭീഷണിപ്പെടുത്തി: എറിക് നിന്നോട് പറഞ്ഞ ഈ കാര്യങ്ങൾ നീ പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെ ഒന്നടങ്കം കൊലപ്പെടുത്തുമെന്നാണ് അവർ പറഞ്ഞത്. ഡോക്ടർ ഒസിയൽ ഞെട്ടിപ്പോയി. സ്വന്തം മാതാപിതാക്കളെ അരുങ്കൊല ചെയ്ത ഇവർക്ക് തന്നെ കൊല്ലുവാനായിട്ട് എന്താണ് പ്രയാസം? താൻ ആരോടും ഈ കാര്യങ്ങൾ പറയില്ല എന്നും മരണം വരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു കൊള്ളാമെന്നും അയാൾ അവരോട് പറഞ്ഞു. അങ്ങനെ ഒരു പ്രകാരത്തിലാണ് അവരുടെ കയ്യിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടത്. മെനാൻഡസ് പ്രദേശത്തിന്റെ ഭീഷണിക്ക് ഭയന്ന് ഡോക്ടർ ഒസിയൽ ഈ രഹസ്യം മറച്ചുവെച്ചു. എന്നിട്ടും എങ്ങനെയാണ് ഇത് പുറത്തു വന്നത്? അതിനു പിന്നിൽ മറ്റൊരു കഥയുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഡോക്ടർ ഒസിയൽ അത്ര നല്ല വ്യക്തിയൊന്നുമല്ല. മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. തന്റെ അടുക്കൽ തെറാപ്പിക്ക് വരുന്ന പല സ്ത്രീകളുമായിട്ട് ഇയാൾ കരുതാത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. ഹിപ്നോട്ടിക് അവസ്ഥയിൽ ഇയാൾ അവർക്ക് പല സജഷനുകൾ കൊടുക്കും. അയാൾക്ക് വേണ്ട സജഷനുകൾ. പിന്നെ ആ സ്ത്രീകൾ ഡോക്ടർ ഒസിയലിനെ വിട്ടു പോവില്ല.
കുറച്ചു കഴിയുമ്പോൾ, അതായത് അവരെ മടുത്തു കഴിയുമ്പോൾ, ഇതേ മെത്തേഡ് ഉപയോഗിച്ച് അവരെ അയാൾ ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെ ഡോക്ടർ ഒസിയലിന്റെ കെണിയിൽ അകപ്പെട്ട ഒരു യുവതിയായിരുന്നു ജുഡലോൺ സ്മിത്ത്. എന്നാൽ മറ്റുള്ള സ്ത്രീകളെ പോലെ ആയിരുന്നില്ല ജുഡലോണിനെ ഡോക്ടർ ഒസിയൽ കണ്ടത്. അയാൾക്ക് അവളുമായിട്ടൊരു ആത്മബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം രണ്ടുപേരും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഡോക്ടർ ഒസിയലിന്റെ വായിൽ നിന്നും ഈ സത്യം പുറത്തു വന്നു. മെനാൻഡസ് ഫാമിലിയെ അരുങ്കൊല ചെയ്തത് മറ്റാരുമല്ല, അവരുടെ മക്കളാണെന്നും അതിൽ ഒരാൾ വന്ന് തന്റെ അടുത്ത് കുമ്പസാരിച്ചുവെന്നും ഡോക്ടർ ഒസിയൽ ജുഡലോൺ സ്മിത്തിനോട് പറഞ്ഞു. മാത്രവുമല്ല, അവൻ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡാണെന്നും ആ ടേപ്പുകൾ തന്റെ കൈവശം ഉണ്ടെന്നും പറഞ്ഞു. അതേ ജുഡലോൺ സ്മിത്ത് തന്നെയാണ് ബേവർലി ഹിൽസിലെ പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത്. എന്തിനായിരിക്കും അവൾ ഇത് വെളിപ്പെടുത്തിയത്? സാധാരണഗതിയിൽ അവൾ ഇത് മറച്ചു വെക്കേണ്ടതാണ്. അതിന്റെ പിന്നിലെ കാരണം ഇതാണ്. ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചൊന്നുമല്ല ജുഡലോൺ സ്മിത്ത് ഈ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത്. അവൾക്ക് ഒരാളോട് പക വീട്ടുവാനുണ്ടായിരുന്നു. അത് മറ്റാരോടുമായിരുന്നില്ല, ഡോക്ടർ ജെറോം ഓസിയലിനോടായിരുന്നു. ഡോക്ടർ ഒസിയൽ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ജുഡലോൺ സ്മിത്തുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കഥയാകെ മാറി. ഇരുവരും തമ്മിൽ ബ്രേക്കപ്പായി, അടിച്ചു പിരിഞ്ഞു. കിലുക്കത്തിൽ ജഗതി ചേട്ടൻ പറയും പോലെ ജോജിയും ഞാനും തമ്മിൽ ശകടാ ശകടാ തും മേരാ ദുഷ്മൻ, ആ അവസ്ഥയിലായ കാര്യങ്ങൾ. അപ്പോഴാണ് സ്മിത്ത് ഒരു കാര്യം കൂടി മനസ്സിലാക്കിയത്. ഹിപ്നോട്ടിസം എന്ന ടൂൾ ഉപയോഗിച്ച് താൻ പോലും അറിയാതെ തന്നെ ഇയാൾ ദുരുപയോഗം ചെയ്തു വരികയായിരുന്നു. ഈ കാര്യം കൂടി അറിഞ്ഞതോടെ സ്മിത്തിന്റെ ഉള്ളിൽ പ്രതികാരം ആളിക്കത്തി. ഡോക്ടർ ഒസിയലിനെ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അവൾ അതിനുവേണ്ട മാർഗങ്ങൾ ആലോചിച്ചു. അപ്പോഴാണ് മെനാൻഡസ് പ്രദേശത്തിന്റെ കാര്യം ഓർമ്മയിലേക്ക് വരുന്നത്. ജുഡലോൺ സ്മിത്ത് ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഈ കൊലക്കേസ് വലിയ ചർച്ചാവിഷയമായ ഒന്നാണ്. പോലീസിന് പ്രതികളെ ഇതുവരെയും കണ്ടുപിടിക്കുവാനും കഴിഞ്ഞിട്ടില്ല. പ്രതികൾ ആരാണെന്നറിയാതെ പോലീസ് നെട്ടോട്ടം ഓടുന്ന സമയത്ത് യഥാർത്ഥ പ്രതി ആരാണെന്നറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഡോക്ടർ ജെറോം ഒസിയലാണ്. അയാൾ അത് മറച്ചുവെച്ചു. നിയമപ്രകാരം നോക്കിയാൽ ഇതൊരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നേരെ പോലീസിനെ അറിയിച്ചാൽ അവർ ഡോക്ടർ ഒസിയലിനെതിരെ നടപടിയെടുക്കും. സ്മിത്തിന്റെ ചിന്ത പോയത് അങ്ങനെയാണ്. അതിനുവേണ്ടിയാണ് അവൾ ഇത് ചെയ്തതും. എന്തായാലും അവൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. ഡോക്ടർ ഒസിയൽ മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് ധാരാളം സ്ത്രീകളെ ദുരുപയോഗം ചെയ്തു എന്ന വാദം കോടതിയിൽ തെളിഞ്ഞു. അതോടെ അയാളുടെ ഡോക്ടർ ലൈസൻസ് അവർ ക്യാൻസൽ ചെയ്തു. എറിക്കുമായിട്ട് ഒസിയൽ നടത്തിയ തെറാപ്പി സെഷന്റെ റെക്കോർഡുകൾ അയാളിൽ നിന്നും പോലീസ് വീണ്ടെടുത്തു. അത് വളരെ ശക്തമായൊരു തെളിവായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1990 മാർച്ച് 8 ബേവർലി ഹിൽസിന് പുറത്തു വെച്ച് ലൈലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് എറിക്ക് ഇസ്രയേലിൽ നടക്കുന്ന ഒരു ടെന്നീസ് ടൂർണമെന്റിൽ പങ്കെടുക്കുകയായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് അയാൾ മടങ്ങിയെത്തി. എന്നിട്ട് ന്യൂയോർക്കിൽ നടക്കുന്ന മറ്റൊരു ടൂർണമെന്റിൽ പങ്കെടുത്തു. അവിടെ വെച്ചാണ് എറിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇരുവരെയും ജാമ്യമില്ലാതെ ലോസ് ഏഞ്ചൽസ് കൗണ്ടി ജയിലിൽ വെവ്വേറെ സെല്ലുകളിൽ അടച്ചു. രണ്ടുപേരും തമ്മിൽ പരസ്പരം കോണ്ടാക്ട് ഉണ്ടാകാതിരിക്കുവാനായിട്ട് പോലീസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. ഈ കേസിൽ എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസിന് ജുഡലോൺ കൊടുത്തത് വലിയൊരു തെളിവായിരുന്നു. ആ തെളിവാകട്ടെ ഈ കേസിനെ പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒന്നുമായിരുന്നു. 1990 ഓഗസ്റ്റിൽ ഇവരുടെ കേസ് കോടതിക്ക് മുൻപിലെത്തി. പോലീസിന്റെ കൈവശം ആകെയുള്ള തെളിവ് ഡോക്ടർ ഒസിയൽ റെക്കോർഡ് ചെയ്ത ടേപ്പുകൾ മാത്രമാണ്. ആ ടേപ്പുകൾ സ്വീകാര്യമായിട്ടുള്ള തെളിവാണെന്ന് ജഡ്ജി ജെയിംസ് ആൽബ്രാക്റ്റ് വിധിച്ചു. എന്നാൽ ഡോക്ടർ ഒസിയൽ ഇവിടെ മറ്റൊരു കാര്യം മുൻപോട്ട് വെച്ചു. ലൈലും എറിക്കും ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ താൻ പുറത്തുവിടാത്തത്. തന്റെ ജീവനെ ഭയന്നാണ് താൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും ഒഴിവാക്കണം. മാത്രവുമല്ല, തന്റെ ഡോക്ടർ ലൈസൻസ് തിരിച്ചും തരണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അയാൾ ഒരു അപ്പീൽ സമർപ്പിച്ചു. ഈ അപ്പീൽ മൂലം കേസിന്റെ നടപടികൾ വീണ്ടും ഒരു 2 വർഷത്തേക്ക് കൂടി വൈകി. ആ സമയത്തും ലൈലും എറിക്കും വെവ്വേറെ സെല്ലുകളിൽ ജയിലിൽ കഴിയുകയാണ്. 1992 ഓഗസ്റ്റിൽ കാലിഫോർണിയ സുപ്രീം കോടതി ഡോക്ടർ ഒസിയൽ റെക്കോർഡ് ചെയ്ത ടേപ്പുകൾ തെളിവായിട്ടെടുക്കാമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചു. അതേ വർഷം ഡിസംബറിൽ മെനാൻഡസ് പ്രദേശ് ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അതിനുശേഷം നിരവധി ഘട്ടം വിചാരണകൾ കടന്നുപോയി. ഒടുവിൽ 1996 കോടതി അന്തിമമായിട്ട് വിധി പ്രഖ്യാപിച്ചു. മെനാൻഡസ് പ്രദേശത്ത് കുറ്റക്കാരാണ്. മാതാപിതാക്കളുടെ ഭാരിച്ച സ്വത്ത് തട്ടിയെടുക്കുവാനും അതുപോലെ ജോസ് മെനാൻഡസിന്റെ പേരിലുള്ള $5 മില്യൺ വരുന്ന ഇൻഷുറൻസ് മണി തട്ടിയെടുക്കുവാനും ഇവർ തന്നെയാണ് മാതാപിതാക്കളെ കൊല ചെയ്തത്. ഇരുവർക്കും കോടതി പരോളില്ലാത്ത ജീവപര്യന്തം വിധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ കേസ് വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് തെളിഞ്ഞത്. തങ്ങളെ ആരും പിടിക്കില്ല എന്ന ഉറപ്പോടെ ഇരുവരും ചേർന്ന് മാതാപിതാക്കളെ കൊലപ്പെടുത്തി. അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. എന്നാൽ എറിക്കിന്റെ വായിൽ നിന്നും ഒരിക്കൽ ആ സത്യം പുറത്തു വന്നു. ഡോക്ടർ ഒസിയലിനോട് അവൻ കുമ്പസാരിച്ചു. ഉടൻ തന്നെ 2 സഹോദരന്മാരും ചേർന്ന് അതിനുള്ള പ്രതിവിധിയും കണ്ടെത്തി. അവരയാളെ നിശബ്ദനാക്കി. എന്നാൽ അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. ഈ കേസിലേക്ക് അവർ പോലും അറിയാതെ മൂന്നാമത് ഒരാൾ കൂടി കടന്നു വന്നു, ജുഡലോൺ സ്മിത്ത്. അവർ മൂലം ഇവർ പോലീസിന്റെ പിടിയിലായി. ഈ കേസ് തെളിയിച്ചതിൽ പോലീസിന്റെ പങ്ക് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും. കൊലയാളികളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത 2 പേർ തമ്മിലുള്ള കൊതിക്കറിവാണ് ഈ കേസ് തെളിയുവാനുള്ള കാരണം. അതാണ് ഇതിലെ വിചിത്രമായ കാര്യവും. വീഡിയോ ഇവിടം വരെ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ്. ഒരു ഇരട്ടക്കൊല നടന്നിരിക്കുന്നു. കൊലയാളികളെ പോലീസ് പിടികൂടിയിരിക്കുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട ശിക്ഷയും പോലീസിന് വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. ചുരുക്കത്തിൽ ഈ കേസ് ഇവിടെ അവസാനിച്ചു. എന്നാൽ അവസാനിച്ചിട്ടില്ല.
ഇനിയാണ് ഈ കഥയിലെ ട്വിസ്റ്റുകളും ടേണുകളും വരുവാൻ പോകുന്നത്. തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ വിധി പ്രഖ്യാപിച്ച് 22 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 2018 ഈ കേസ് വീണ്ടും ജനശ്രദ്ധ ആകർഷിച്ചുവെന്ന്. മെനാൻഡസ് സപ്പോർട്ടേഴ്സ്, മെനാൻഡസ് ഗാർഡിയൻസ് എന്ന പേരിലുള്ള നിരവധി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉയർന്നു വന്നുവെന്ന്. ഈ ഗ്രൂപ്പുകളെല്ലാം ഒരുപോലെ ആവശ്യപ്പെട്ട കാര്യം ഇതായിരുന്നു: ഈ കേസ് വീണ്ടും പുനർവിചാരണ ചെയ്യണം. അവരങ്ങനെ ആവശ്യപ്പെടുവാനുള്ള കാരണം എന്തായിരിക്കും? പോലീസ് എന്ന് പിടികൂടിയ മെനാൻഡസ് ബ്രദേഴ്സ് നിരപരാധികളായിരിക്കുമോ? ഒരിക്കലുമല്ല. അവർ തന്നെയാണ് കുറ്റക്കാര്. അത് 100% തെളിഞ്ഞതുമാണ്. മാത്രവുമല്ല, തങ്ങളാണ് മാതാപിതാക്കളെ കൊന്നത് എന്ന് അവർ സ്വന്തം നാവുകൊണ്ട് ഏറ്റു പറഞ്ഞതുമാണ്. അപ്പോൾ പിന്നെ ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ഈ യുവാക്കൾ പ്രൊട്ടസ്റ്റ് നടത്തിയത്? ഒരുപക്ഷെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ട കിറ്റി മെനാൻഡസിനും ജോസ് മെനാൻഡസിനും ആയിരിക്കുമോ? ന്യായമായിട്ടും അവർക്ക് വേണ്ടിയാണ് ഈ ജനങ്ങൾ ശബ്ദമുയർത്തേണ്ടത്. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ടീനേജേഴ്സ് ഒന്നുപോലെ ആവശ്യപ്പെട്ടത് മറ്റൊരു കാര്യമായിരുന്നു: ലൈലിനെയും എറിക്കിനെയും മോചിപ്പിക്കുക. അവർ ചെയ്തതിൽ ചില ശരികളുണ്ട്. അതുകൊണ്ട് അവർക്കിപ്പോൾ നൽകിയിരിക്കുന്ന ശിക്ഷ അന്യായമാണ്. സ്വന്തം മാതാപിതാക്കളെ അരുങ്കൊല ചെയ്ത ഈ കുറ്റവാളികളിൽ അവർ എന്ത് ന്യായമായിരിക്കും കണ്ടെത്തിയത്? അതേക്കുറിച്ച് അറിയണമെങ്കിൽ 2018 നിന്നും നമ്മൾ വീണ്ടും പുറകോട്ട് പോകണം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, കോടതിയിൽ ഈ കേസിന്റെ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സമയത്തേക്ക് കോടതി തന്നെ റെക്കോർഡ് ചെയ്ത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയ ചില ടേപ്പുകളിലാണ് ആ രഹസ്യം മറഞ്ഞിരിക്കുന്നത്. 1990 മെനാൻഡസ് ബ്രദേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി അവർക്ക് പണിഷ്മെന്റ് കൊടുത്തത് 96-ലും. ഇതിന്റെ ഇടയിൽ ഒരു 6 വർഷമുണ്ട്. ഈ 6 വർഷത്തിനിടയിൽ നിരവധി ഹിയറിങ്ങുകൾ നടന്നു. ഡോക്ടർ ജെറോം മുസിയലിന്റെ ഒരു അപ്പീൽ കൊണ്ട് തന്നെ വിചാരണ 2 വർഷത്തേക്ക് നീക്കി വെക്കേണ്ടി വന്നു. അങ്ങനെ 1993 ഈ കേസിന്റെ ആദ്യഘട്ട വിചാരണ തുടങ്ങിയത്. കോർട്ട് TV എന്നൊരു ടെലിവിഷൻ ചാനലിലൂടെ ഈ വിചാരണ സംപ്രേഷണം ചെയ്യപ്പെട്ടു. ഗവൺമെന്റ് ഏർപ്പാടാക്കിയ പ്രോസിക്യൂട്ടർ മെനാൻഡസ് ബ്രദേഴ്സിനെതിരായിട്ട് വളരെ ശക്തമായിട്ട് വാദിച്ചു. പണത്തിനു വേണ്ടി സ്വന്തം മാതാപിതാക്കളെ അരിങ്കൊല ചെയ്ത വളരെ ക്രൂരന്മാരായ സൈക്കോകളാണ് ഈ കൊലയാളികൾ. ഇവർക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകണം. അതായിരുന്നു അയാൾ മുൻപോട്ട് വെച്ച വാദം. കോടതി ഈ പ്രോസിക്യൂട്ടർമാരുടെ വാദം അംഗീകരിച്ചാൽ ഇവർക്കെതിരെ ഫസ്റ്റ് ഡിഗ്രി മർഡർ കേസ് ചുമത്തും. ഫസ്റ്റ് ഡിഗ്രി മർഡർ കേസ് ആണെന്ന് കോടതി കണ്ടെത്തിയാൽ അവരെ തൂക്കിക്കൊല്ലുവാനായിട്ട് വിധിക്കും. മെനാൻഡസ് ബ്രദേഴ്സിന് കിട്ടേണ്ടതും അതുതന്നെയായിരുന്നു. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങളാകെ മാറി മറിഞ്ഞു. ഈ വിചാരണക്കിടയിൽ മെനാൻഡസ് ബ്രദേഴ്സ് മറ്റൊരു ബോംബ് പൊട്ടിച്ചു. അവർ പൊട്ടിച്ച ബോംബാവട്ടെ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. അതിന്റെ പ്രതിഫലനമായിരുന്നു 2018 കണ്ട പ്രക്ഷോഭങ്ങൾ. മെനാൻഡസ് ബ്രദേഴ്സ് കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ പണത്തിനു വേണ്ടിയല്ല മാതാപിതാക്കളെ കൊന്നത്, മറിച്ച് ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്. ലൈലും മെറിക്കും അന്ന് കോടതിയിൽ പൊട്ടിച്ച ബോംബ് ഒരു കഥയാണ്. അവരുടെ ബാല്യകാലത്തിന്റെ കഥ, അന്ന് അനുഭവിച്ച ട്രോമകളുടെ കഥ, ആരെയും ഞെട്ടിക്കുന്ന ഒരു അബ്യൂസിന്റെ കഥ. ഇങ്ങനെയൊക്കെ മാതാപിതാക്കൾ ഈ ലോകത്തുണ്ടോ എന്ന് ഈ കഥ കേട്ടാൽ നിങ്ങളും ചിന്തിക്കും. ഇത്രയും നേരം വരെ മെനാൻഡസ് ബ്രദേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? വളരെ നീചന്മാരായിട്ടുള്ള മനുഷ്യർ, ഇങ്ങനെയൊക്കെ മക്കളുണ്ടോ എന്നായിരിക്കും. എന്നാൽ ഇനി ഞാൻ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ വരും. പുറമേ നിന്നും നോക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടിൽ മെനാൻഡസ് ഫാമിലി വളരെ സന്തുഷ്ടരായ കുടുംബമാണ്. ഇട്ടുമൂടുവാൻ സ്വത്ത്, സമൂഹത്തിൽ വലിയ സ്ഥാനം, ഉന്നതതല ബന്ധങ്ങൾ, ആഗ്രഹിക്കുന്നത് എന്തും കയ്യിൽ കിട്ടുന്ന ചുറ്റുപാടുകൾ. മറ്റുള്ള കുട്ടികളുടെ കാഴ്ചപ്പാടിലും ലൈലും മെറിക്കും വ്യത്യസ്തരായിരുന്നു. ലക്ഷൂറിയസ് ആയ ജീവിതം നയിക്കുന്ന അതിസമ്പന്നരായ മാതാപിതാക്കളുടെ മക്കൾ. എന്നാൽ കുറച്ചുകൂടി ഉള്ളിലേക്ക്, ആ കുടുംബത്തിന്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കയറി പരിശോധിക്കുമ്പോൾ കഥയാകെ മാറും. എത്രയൊക്കെ ആഡംബരപൂർണമായ ജീവിതം നയിച്ചാലും ലൈലും മെറിക്കും അവരുടെ ജീവിതത്തിൽ സന്തുഷ്ടരായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ബാല്യകാലം. എന്നാൽ ലൈലിനെയും മെറിക്കിനെയും സംബന്ധിച്ച് അവർ ഒരിക്കലും തിരിച്ചു വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു അവരുടെ ബാല്യകാലം. കാരണം ആ സമയത്ത് അവർ അനുഭവിച്ച ക്രൂരതകൾ, ടോർച്ചറിങ്, അത് വളരെ വലുതായിരുന്നു. ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട മാതാപിതാക്കളായിരുന്നു ജോസ് മെനാൻഡസും കിറ്റി മെനാൻഡസും. ജോസ് മെനാൻഡസ് നല്ലൊരു ടെന്നീസ് പ്ലെയർ ആയിരുന്നു. ആ ഗുണമാണ് എറിക്കിനും കിട്ടിയത്. മിക്ക ദിവസവും മക്കളുടെ കൂടെ അയാൾ ടെന്നീസ് കളിക്കുമായിരുന്നു. പക്ഷേ മെനാൻഡസ് ഫാമിലിയിൽ നടക്കുന്ന ടെന്നീസ് ഗെയിം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരുന്നു. ജോസ് മെനാൻഡസ് തന്റെ 2 കുട്ടികളെയും വിളിച്ച് അവരുടെ വീട്ടിലുള്ള ടെന്നീസ് ഗ്രൗണ്ടിലേക്ക് പോകും. അതിനുശേഷം കുട്ടികളെ കോർട്ടിന്റെ ഒരു വശത്തായിട്ട് നിർത്തും. എന്നിട്ട് ടെന്നീസ് ബോൾ കൊണ്ട് അവരുടെ മുഖത്ത് അത് ശക്തമായിട്ട് അടിക്കും. കുട്ടികൾ തിരിച്ചു കളിക്കുവാനായിട്ട് പാടില്ല. ആ ബോൾ കൊണ്ടുള്ള അടിയേറ്റ് അതികഠിനമായിട്ടുള്ള വേദനയും സഹിച്ച് അവിടെ തന്നെ നിൽക്കണം. എന്നിട്ട് ആ ബോൾ എടുത്ത് ജോസിന്റെ കയ്യിൽ കൊടുക്കണം. വീണ്ടും പഴയ സ്ഥാനത്ത് വന്ന് നിൽക്കണം. അടുത്ത അടി ഏറ്റുവാങ്ങുവാൻ തയ്യാറായി. ഈ കളിയിൽ കുട്ടികൾക്ക് വലിയ പരിക്ക് പറ്റും. എന്നാൽ എത്രയൊക്കെ വേദനിച്ചാലും അവർ പരാതി പറയുവാനായിട്ട് പാടില്ല. മതി, എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പരിക്ക് പറ്റിയ സ്ഥലത്ത് തന്നെ ടെന്നീസ് ബാറ്റ് കൊണ്ട് അയാൾ അടിക്കും. ഒടുവിൽ ജോസിന് മതിയായി കഴിയുമ്പോൾ മാത്രമാണ് ഈ കളി അവസാനിക്കൂ. അപ്പോഴേക്കും കുട്ടികൾ അവശരായിട്ടുണ്ടാവും. ക്രൂരതയുടെ ഒരു പര്യായമായിരുന്നു ജോസ് മെനാൻഡസ്. തന്റെ മക്കൾ വേദന എടുത്ത് കരയുന്നത് അയാൾക്കൊരു ഉന്മാദം നൽകിയിരുന്നു. ആ ഉന്മാദം കിട്ടുവാനായിട്ട് അയാൾ ചെയ്ത കാര്യങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. ജോസ് മെനാൻഡസ് മൂഡ് ഔട്ട് ആയിരിക്കുന്ന സമയത്ത് അത് മാറ്റുവാനായിട്ട് അയാൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവരുടെ വീട്ടിലുള്ള ടൈലറിംഗ് മെഷീനിൽ ലൈലിന്റെയും മെറിക്കിന്റെയും കൈപ്പത്തി കടത്തിവെക്കും.
പിന്നെ ആ മെഷീൻ ഓണാക്കും. സൂചി കൊണ്ട് തെരുതെരെയുള്ള കുത്തേറ്റ് കുട്ടികൾ അലറി നിലവിളിക്കും. ആ നിലവിളി അയാൾക്കൊരു ഹരമായിരുന്നു. എല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ വികൃതികളാണ്. ഈ വികൃതി മൂലം ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ എല്ലാ വീടുകളിലും സംഭവിക്കാറുണ്ട്. കുട്ടികളുടെ ഇത്തരം കുറുമ്പുകൾ നമ്മൾ ആരും അത്ര കാര്യമായിട്ട് എടുക്കാറുമില്ല. എന്നാൽ മെനാൻഡസ് ഫാമിലിയെ സംബന്ധിച്ച് കഥ വ്യത്യസ്തമാണ്. ഒരു ചെറിയ തെറ്റുമതി അവർക്ക് അടി വീഴുവാനായിട്ട്. അതും ചെറിയ അടിയല്ല. തന്റെ ബെൽറ്റ് വലിച്ചൂരി അതിന്റെ ബക്കിൾ ഉപയോഗിച്ചാണ് ജോസ് മെനാൻഡസ് തന്റെ കുട്ടികളെ ശിക്ഷിച്ചു വന്നത്. ചിലപ്പോഴൊക്കെ അവർക്ക് അടി കിട്ടുവാനായിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ പലപ്പോഴും യാതൊരു കാരണവുമില്ലാതെയും അവർ അടി വാങ്ങുമായിരുന്നു. ഈ കുട്ടികളെ അകാരണമായിട്ട് ഉപദ്രവിക്കുക എന്നത് ആ പിതാവിന്റെ ഒരു ഹരമായിരുന്നു. തങ്ങൾ അനുഭവിച്ച ഈ ക്രൂരതകളെക്കുറിച്ച് മെനാൻഡസ് പ്രദേശത്ത് കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ചെറുപ്പത്തിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഡാഡി ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. ജോസ് വീട്ടിൽ നിന്നും പോയതിനു ശേഷം ഞങ്ങൾ ഇരുവരും എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് ആലോചിക്കും. ആ തെറ്റുകൾ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കും. ഇനി അത് ആവർത്തിക്കാതിരുന്നാൽ ഡാഡിയുടെ അടിയിൽ നിന്നും രക്ഷപ്പെടാമല്ലോ. അതായിരുന്നു ഞങ്ങളുടെ ചിന്ത. പക്ഷേ എത്രയൊക്കെ ആലോചിച്ചിട്ടും ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു പ്രായം എത്തിയതിനു ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. ഞങ്ങൾ അനുഭവിക്കുന്നത് ഒരു അബ്യൂസാണ്. ഇതിലെ തെറ്റുകാർ ഞങ്ങളല്ല, മറിച്ച് ജോസ് മെനാൻഡസ് ആണ്. ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഇന്ന് യാതൊരു പ്രശ്നവുമില്ലാതെ ഞാൻ കുളിച്ചു എന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് നിങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക? തലയ്ക്ക് വെളിവില്ലാത്തൊരു മനുഷ്യനെന്നായിരിക്കും. എന്നാൽ ലൈലിന്റെയും മെറിക്കിന്റെയും ജീവിതത്തിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് യാതൊരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ കുളിച്ചു എന്നവർ പറയുന്നത് വളരെ അപൂർവമായിട്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ സാധാരണമായ ഒന്നാണ് കുളി. എന്നാൽ ലൈലിന്റെയും മെറിക്കിന്റെയും ജീവിതത്തിൽ അതങ്ങനെ ആയിരുന്നില്ല. നമ്മൾ മുൻപ് കണ്ട ടെന്നീസ് ഗെയിം പോലെ ഒരു ബാലികേറാ മലയായിരുന്നു. ലൈൽ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസ് മെനാൻഡസ് എറിക്കിനെയും കൂട്ടി അവിടേക്ക് വരും. എന്നിട്ട് വാട്ടർ ഹീറ്റർ പരമാവധി ചൂടാക്കും. വെള്ളം തിളയ്ക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവരും. അതിനുശേഷം തിളച്ച വെള്ളം വീഴുന്ന ഷവറിന്റെ കീഴിൽ രണ്ടു കുട്ടികളെയും പിടിച്ചു നിർത്തും. ആരാണ് ഏറ്റവും കൂടുതൽ നേരം തിളച്ച വെള്ളത്തിന് കീഴിൽ നിൽക്കുന്നത് എന്ന് ജോസ് മെനാൻഡസിന് അറിയണം. ഇതുമൂലം പലപ്പോഴും ഇവരുടെ ദേഹത്ത് പൊള്ളലുകൾ ഏറ്റിട്ടുണ്ട്. പിതാവിനെ പേടിച്ച് തിളച്ച വെള്ളത്തിന് കീഴിൽ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയാതെ നിലവിളിച്ചുകൊണ്ട് ആ കുട്ടികൾ നിൽക്കും. കോടതിയിൽ ഇതേക്കുറിച്ച് വളരെ വികാരാധീനനായി എറിക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ മുൻപിൽ നിൽക്കുന്ന മാന്യജനങ്ങളെ, നിങ്ങളെ സംബന്ധിച്ച ഒരു കുളി എന്നാൽ അതൊരു സാധാരണ വിഷയമാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. ഇത്തരം ടോർച്ചറിങ് നിരന്തരം അനുഭവിച്ചാണ് ഞങ്ങളുടെ ഓരോ കുളിയും കഴിഞ്ഞു പോയത്. ജോസ് മെനാൻഡസിന്റെ മറ്റൊരു ക്രൂരത ഇതായിരുന്നു: അയാൾ ലൈലിന്റെയും മെറിക്കിന്റെയും ജനനേന്ദ്രിയത്തിൽ റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റിവെക്കും. മൂത്രമൊഴിക്കുവാൻ കഴിയാതെ കുട്ടികൾ വേദന എടുത്ത് നിലവിളിക്കും. അത് കണ്ട് അയാൾ ആസ്വദിക്കും. ഒരു ഉന്മാദിയെ പോലെ പൊട്ടിച്ചിരിക്കും. ഇപ്പോൾ ന്യായമായും നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം വന്നേക്കാം: ജോസ് മെനാൻഡസ് ആണല്ലോ ഈ ക്രൂരതകൾ ചെയ്യുന്നത്. ആ സമയത്ത് അവരുടെ മാതാവായ കിറ്റി എന്തെടുക്കുകയായിരുന്നു? കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞുകൂടെയെന്ന്. എന്നാൽ അവിടെയും കഥ വ്യത്യസ്തമായിരുന്നു. കിറ്റി മെനാൻഡസ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. മാത്രവുമല്ല സ്ഥിരം മദ്യപാനിയും. കുട്ടികളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഇവരും മോശക്കാരിയല്ല. കിറ്റിക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത്, അവരുടെ മൂഡ് ശരിയല്ലാതിരിക്കുന്ന സമയത്ത് അവർ ഒരു ബ്ലേഡ് എടുത്ത് ലയലിന്റെയും മെറിക്കിന്റെയും മുഖത്തും ശരീരത്തും വരയും. അവരുടെ നിലവിളി അവരും ആസ്വദിക്കും. എന്നിട്ട് അവർ തന്നെ ഈ കുട്ടികളെ ഡോക്ടറുടെ അടുത്ത് എത്തിച്ച് കളിക്കുന്നതിനിടയിൽ കുട്ടികൾ പരസ്പരം ചെയ്തതാണെന്ന് പറയും. എന്നിട്ട് അവർക്ക് ട്രീറ്റ്മെന്റും കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരും. ശരിക്കും പറയുകയാണെങ്കിൽ പിതാവിൽ നിന്നും മാത്രമായിരുന്നില്ല, മാതാവിൽ നിന്നും കുട്ടികൾ ഈ പീഡനം ഏറ്റുവാങ്ങിയിരുന്നു. അതുകൊണ്ട് ആരോട് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവരുടെ ജീവിതം മുൻപോട്ട് പോയത്. ഇതുവരെയും ഈ കുട്ടികൾ അനുഭവിച്ചു വന്നത് ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ മാത്രമാണ്. എന്നാൽ ഇനി ഞാൻ പറയുവാനായിട്ട് പോകുന്ന കാര്യം കേൾക്കുമ്പോൾ മേൽ പറഞ്ഞ പീഡനങ്ങൾ ഒന്നുമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഒരു പക്ഷേ നിങ്ങൾക്കത് വിശ്വസിക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടും തോന്നിയേക്കാം. സ്വന്തം പിതാവിന്റെ ലൈംഗിക വൈകൃതങ്ങളുടെ ഇരയായിരുന്നു ഈ രണ്ടു കുട്ടികളും. അയാളിൽ നിന്നും അവർക്ക് ടോർച്ചറിങ് മാത്രമല്ല, സെക്ഷൽ അബ്യൂസ് കൂടി നേരിടേണ്ടി വന്നു. ഒരു പിതാവ് തന്റെ മക്കളോട് എന്താണോ ചെയ്യുവാനായിട്ട് പാടില്ലാത്തത്, അതുപോലെ ഒരു പിതാവിൽ നിന്നും മക്കൾ എന്താണോ അനുഭവിക്കുവാൻ പാടില്ലാത്തത്, അത് രണ്ടും ഈ കുട്ടികൾ അനുഭവിച്ചു. ഒരു സ്ത്രീ ഒരു പുരുഷന് എന്താണോ ചെയ്തു കൊടുക്കുന്നത്, അത് ഈ രണ്ട് കുട്ടികൾ ജോസ് മെനാൻഡസിന് ചെയ്തു കൊടുക്കേണ്ടി വന്നു. മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് മാത്രമായിരുന്നില്ല ജോസ് മെനാൻഡസ്, ഒരു പീഡോഫൈൽ കൂടിയായിരുന്നു അയാൾ. ജോസ് മെനാൻഡസ് ഓഫീസിൽ നിന്നും വരുന്ന സമയത്ത് കുട്ടികളോട് ഇങ്ങനെ പറയും: ഞാൻ ഇന്ന് വളരെ ടയേർഡാണ്, മൂഡ് ഓഫ് ആണ്, ഇന്ന് നിങ്ങളാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. അതിനുശേഷം അവരോട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അയാൾ ആവശ്യപ്പെടും. അവരത് ചെയ്യും. ഈ കാര്യങ്ങൾ കരഞ്ഞുകൊണ്ടാണ് എറിക്കും ലൈലും കോടതിയിൽ പറഞ്ഞത് പരസ്യമായിട്ട് തങ്ങൾ അന്ന് അനുഭവിച്ച പീഡനത്തെക്കുറിച്ച് പറയുവാനായിട്ട് അവന് വലിയ നാണക്കേടായിരുന്നു. ജോസ് മെനാൻഡസിന്റെ പീഡനത്തിന്റെ ആ തീര ലൈൽ മെനാൻഡസ് ആയിരുന്നു. അവന് വെറും 6 വയസ്സുള്ളപ്പോൾ അയാൾ അവനെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു തുടങ്ങി. അത് അവന്റെ 8ാമത്തെ വയസ്സ് വരെ നീണ്ടു പോവുകയും ചെയ്തു. ലൈലിന് 8 വയസ്സായി കഴിഞ്ഞപ്പോൾ യാതൊരു കാരണവുമില്ലാതെ അയാൾ ഇത് നിർത്തി. അതിനുശേഷം ജോസിന്റെ ശ്രദ്ധ തിരിഞ്ഞത് എറിക്കിന് നേർക്കാണ്. എറിക്കിനെ അയാൾ കാലങ്ങളോളം ദുരുപയോഗം ചെയ്തു. ആ സമയത്തും ഇവർ കുട്ടികളാണ്. തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നും തങ്ങളോട് പിതാവ് ചെയ്യുന്നത് എന്താണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായം. ഒരു മെച്യൂരിറ്റി ആയി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇരുവർക്കും മനസ്സിലായത്
പുറത്തു പറയുവാനായിട്ട് കൊള്ളാത്ത ഏറ്റവും വൃത്തികെട്ട പീഡനത്തിന്റെ ഇരകളാണ് തങ്ങളെന്ന്. പിതാവിൽ നിന്നും മാനസികമായും ശാരീരികമായും പീഡനം ഏറ്റുവാങ്ങിയാണ് അവരുടെ ജീവിതം. എങ്കിലും അവർക്ക് മുൻപിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് അവരുടെ അമ്മയായ കിറ്റി മെർനാൻഡസ് ആയിരുന്നു. കിറ്റിയും മക്കളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്ന ആളാണ്. എങ്കിലും അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ തങ്ങളോട് സ്നേഹമുണ്ട്. തങ്ങൾ അനുഭവിക്കുന്ന ഈ സെക്ഷൽ ടോർച്ചറിനെ കുറിച്ച് കിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അവർ തങ്ങളെ സംരക്ഷിക്കുമെന്നും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് അവർ വിചാരിച്ചത്. അതുമാത്രമായിരുന്നു അവരുടെ അവസാനത്തെ പ്രതീക്ഷയും. ഒരു ദിവസം ലൈലും മെറിക്കും ഈ കാര്യങ്ങൾ കിറ്റിയോട് പറഞ്ഞു. കിറ്റി തങ്ങളെ സംരക്ഷിക്കുമെന്നും രക്ഷിക്കുമെന്നും കരുതിക്കൊണ്ട്. പക്ഷേ അപ്പോൾ കിറ്റിയിൽ നിന്നും വന്ന മറുപടി രണ്ട് സഹോദരന്മാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. കിറ്റി അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാണോ വലിയ കാര്യം? ഇതൊന്നും എനിക്കറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ജോസ് നിങ്ങളോട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇത്രയും പറഞ്ഞ് ഒരാശ്വാസ വാക്ക് പോലും പറയാതെ കിറ്റി മെർനാൻഡസ് അവരെയും കടന്നുപോയി. ഇതോടെ മെർനാൻഡസ് പ്രദേശത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ നരകം പിടിച്ച ജീവിതത്തിൽ നിന്നും തങ്ങൾക്കൊരു മോചനമില്ല എന്നവർക്ക് മനസ്സിലായി. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല അവരെ കൊലപാതകത്തിലേക്ക് നയിക്കുവാനുള്ള കാരണം. അത് മറ്റൊന്നായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എറിക്കിനെ നിരന്തരമായിട്ട് ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു വരികയാണ് ജോസ്. എറിക്കാവട്ടെ കരഞ്ഞുകൊണ്ട് തന്റെ ജ്യേഷ്ഠനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുമുണ്ട്. ലൈലാവട്ടെ ജോസിനോട് പലവട്ടം പറഞ്ഞു നോക്കി, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഇത് വളരെ മോശമാണ്, നിർത്തണമെന്ന്. പക്ഷേ ജോസ് മെർനാൻഡസ് അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല. എന്തിനേറെ പറയണം, ഈ ക്രൈം നടക്കുന്നതിന്റെ തലേ ആഴ്ച വരെ എറിക്കിനെ അയാൾ ദുരുപയോഗം ചെയ്തിരുന്നു. അന്നും എറിക്ക് കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ലൈലിനോട് പറഞ്ഞു. ഇതോടെ ലൈലിന്റെ സമനില നഷ്ടമായി. അവൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ജോസിനെയും കിറ്റിയെ സമീപിച്ചു. നിങ്ങൾക്ക് നാണമില്ലേ? ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതെല്ലാം? ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോണം. ഇനി ഇത് ആവർത്തിച്ചാൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ പുറത്തറിയിക്കും. വളരെ കർക്കശമായിട്ടാണ് ലൈൽ അത് പറഞ്ഞത്. ഇത് കേട്ട് ജോസും കിറ്റിയും ഞെട്ടിപ്പോയി. ഇത്രയും കാലം വരെ തങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ച് ഒന്നും മിണ്ടാതെ നടന്ന കുട്ടികളാണിവർ. ഇപ്പോഴിതാ അവർ എതിർത്ത് നിൽക്കുന്നു, ഈ കാര്യങ്ങൾ പുറത്തറിയിക്കുമെന്ന് പറയുന്നു. അതോടെ ജോസിന്റെയും കിറ്റിയുടെയും ഭാവം മാറി. ഈ കാര്യങ്ങൾ നിങ്ങൾ പുറത്തു പറഞ്ഞാൽ നിങ്ങളെ കൊന്നുകളയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. പക്ഷെ ആ സമയത്ത് അവർ അറിയുന്നുണ്ടായിരുന്നില്ല അവർ പറഞ്ഞ ഈ വാക്കുകൾ അവരുടെ മരണത്തിന് കാരണമാകുമെന്ന്. ഈ വാക്കുകൾ കേട്ട അന്നു മുതൽ ലൈലിന്റെയും എറിക്കിന്റെയും ഉറക്കം നഷ്ടപ്പെട്ടു. അവർക്ക് ജോസിനെയും കിറ്റിയെയും നന്നായിട്ട് അറിയാം. സമൂഹത്തിൽ അവർക്ക് നല്ല നിലയും വിലയുമുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന ഒന്നും അവർ അനുവദിക്കില്ല. അതിന് തടസ്സം നിൽക്കുന്നത് സ്വന്തം മക്കളാണെങ്കിൽ പോലും അവരെ ഇല്ലായ്മ ചെയ്യുവാനും ഇവർ മടിക്കില്ല. അതോടെ രണ്ട് സഹോദരന്മാരും ചേർന്നൊരു തീരുമാനമെടുത്തു. മാതാപിതാക്കൾ തങ്ങളെ കൊല്ലും മുൻപ് തങ്ങൾ അവരെ കൊല്ലുക. പിന്നെ അതിനു വേണ്ട പദ്ധതി അവർ തയ്യാറാക്കി. അതിനു വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് വില കൊടുത്തു വാങ്ങി. 1989 ഓഗസ്റ്റ് 20 അവർ ആ കൃത്യം നടപ്പിലാക്കി. ബാല്യം മുതൽ അവർ അനുഭവിച്ചു വന്ന പീഡനങ്ങൾ, സെക്ഷൽ അബ്യൂസിംഗ്, ഇതെല്ലാം അവർക്ക് നൽകിയ ട്രോമകൾ, അതിൽ നിന്നുമുണ്ടായ വൈരാഗ്യം, അതെല്ലാം അവർ ഒരുമിച്ച് തീർത്തു. കോടതിയിൽ ഈ കഥകളെല്ലാം പറഞ്ഞ ശേഷം ലൈലും എറിക്കും വീണ്ടും ആവർത്തിച്ചു, പണത്തിനു വേണ്ടിയല്ല ഞങ്ങൾ ഈ കൊലകൾ ചെയ്തത്, മറിച്ച് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്. ലൈലിന്റെയും എറിക്കിന്റെയും ഈ വാദങ്ങൾ കേട്ട കോടതിക്ക് ആ സമയത്ത് എന്ത് ജഡ്ജ്മെന്റ് കൊടുക്കണമെന്നറിയില്ലായിരുന്നു. അവർ കേസ് നീട്ടിവെച്ചു. പിന്നെ 1995 ഓഗസ്റ്റ് 23 ഈ കേസ് വീണ്ടും വിചാരണയ്ക്ക് വന്നത്. ആ സമയത്തെല്ലാം തങ്ങൾ ഈ കേസിൽ വിജയിക്കുമെന്നും കോടതി തങ്ങളെ നിരപരാധികളായിട്ട് പരിഗണിക്കുമെന്നാണ് ലൈലും എറിക്കും വിചാരിച്ചത്. എന്നാൽ അവർ വിചാരിച്ചതായിരുന്നില്ല അവിടെ സംഭവിച്ചത്. രണ്ടാം ഘട്ട വിചാരണയിൽ കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ ഇതാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മെർനാൻഡസ് പ്രദേശത്ത് മാതാപിതാക്കളെ വധിച്ചത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. മാത്രവുമല്ല അവർ മാതാപിതാക്കളാൽ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനും യാതൊരു തെളിവുമില്ല. നേരെ മറിച്ച് ഇവർ പണത്തിനു വേണ്ടിയാണ് മാതാപിതാക്കളെ കൊന്നത് എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. ആ തെളിവുകളെല്ലാം എതിർഭാഗം വക്കീൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം കോടതിക്ക് വേണ്ടത് സെന്റിമെന്റ്സോ കഥകളോ അങ്ങനെ ഒന്നുമല്ല. അവർക്ക് വേണ്ടത് തെളിവുകളാണ്. ആ തെളിവുകളാകട്ടെ ലൈലിനും എറിക്കിനും എതിരായിരുന്നു. 1996 ജൂലൈ 2 കോടതി അന്തിമ വിധി പ്രഖ്യാപിച്ചു. ലൈലും എറിക്കും കുറ്റവാളികളാണ്. കുടുംബ സ്വത്തിനും അതുപോലെ ജോസിന്റെ $5 മില്യൺ വരുന്ന ഇൻഷുറൻസ് പോളിസിക്കും വേണ്ടിയാണ് അവർ ഈ ക്രൈം ചെയ്തത്. എങ്കിലും ഫസ്റ്റ് ഡിഗ്രി മർഡർ കേസിൽ നിന്നും അവരെ ഒഴിവാക്കി. പകരം പരോളില്ലാത്ത ജീവപര്യന്തം തടവ് കൊടുത്തു. മരണം വരെ അവർക്കിനി ജയിലിൽ കഴിയാം. ഈ സംഭവം നടന്ന 22 വർഷങ്ങൾക്ക് ശേഷം 1918 ഒരു യുവതി യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു വീഡിയോ കണ്ടു. കോർട്ടിൽ മെർനാൻഡസ് പ്രദേശത്ത് മുൻപോട്ട് വെച്ച വാദങ്ങളായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതിൽ തങ്ങൾ അനുഭവിച്ച അബ്യൂസിനെ കുറിച്ച് വളരെ വികാരാധീനനായിട്ട് അവർ പറയുന്ന രംഗങ്ങളുമുണ്ട്. ഈ യുവതിയുടെ പേര് ജെയിൻ എന്നാണ്. ആളൊരു ജർമ്മൻകാരിയാണ്. ജെയിൻ വേഗം ഒരു കാര്യം ചെയ്തു. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് തന്റെ ടിക്ടോക്ക് അക്കൗണ്ടിലിട്ടു. അതോടെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. ടിക്ടോക്കിൽ നിന്ന് ഫേസ്ബുക്കിലേക്കും അതുപോലെ മറ്റു പല നവമാധ്യമങ്ങളിലേക്കും അത് ഒഴുകി. മെർനാൻഡസ് കേസ് വീണ്ടും കുത്തിപ്പൊക്കപ്പെട്ടു. ഈ കേസ് വീണ്ടും പുനർവിചാരണ ചെയ്യണമെന്നും അവർക്ക് നീതി വേണമെന്നും ആവശ്യപ്പെട്ട് യുവാക്കൾ തെരുവിലിറങ്ങി. സോഷ്യൽ മീഡിയയിൽ നിന്ന് നിരത്തിലേക്ക് ഇറങ്ങിയ ആ പോരാട്ടം അത് ഇന്നും അവസാനിച്ചിട്ടില്ല. അവർ ഇപ്പോഴും മടിയുറച്ച് വിശ്വസിക്കുന്നു മെർനാൻഡസ് ബ്രദേഴ്സ് നിരപരാധികളാണ്.
സാഹചര്യമാണ് അവരെ കൊണ്ടിങ്ങനെ ചെയ്യിച്ചത്. അവരെ വെറുതെ വിടണം. അവരുടെ പോരാട്ടം ഒരു വഴിക്ക് നടക്കട്ടെ. ഈ കേസിനെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കുവാനുണ്ട്. കാരണം ലോകത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ഹീനമായിട്ടുള്ള ഒരു ആരോപണമാണ് മെനാൻഡസ് പ്രദേശത്ത് തന്റെ മാതാപിതാക്കൾക്കെതിരെ ഉന്നയിച്ചത്. അങ്ങനെ വരുമ്പോൾ അതിലെ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ കേസിൽ എന്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ മെനാൻഡസ് പ്രദേശത്ത് പറഞ്ഞത് 100% പച്ചക്കള്ളമാണ്. അതിനുള്ള കാരണങ്ങളും പറയാം. ജോസ് മെനാൻഡസ് ഇവരെ അബ്യൂസ് ചെയ്തു എന്നുള്ളത് ഇവരുടെ വാദമാണ്. അതിന് യാതൊരു തെളിവുമില്ല. മാത്രവുമല്ല, അതിനു വേണ്ട തെളിവ് വ്യാജമായിട്ട് കെട്ടിച്ചമയ്ക്കുവാനായിട്ട് ഈ പ്രദേശത്ത് ശ്രമിച്ചിരുന്നു. അത്തരം ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇവരുടെ വിചാരണയ്ക്ക് തൊട്ടു മുൻപായിട്ട് ലൈൽ തന്റെ മുൻ കാമുകിയായ ജാമി പിസാർക്കിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. തനിക്ക് അനുകൂലമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ കൈ നിറച്ച് പണം തരാം. ലൈൽ അവളോട് കോടതിയിൽ പറയുവാനായിട്ട് ആവശ്യപ്പെട്ട കാര്യം ഇതാണ്: ജോസ് മെനാൻഡസ് ലൈലിനെ സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്ന് ലൈൽ മുൻപേ പിസാർക്കിനോട് പറഞ്ഞിട്ടുണ്ട് എന്നും തനിക്ക് കാര്യങ്ങൾ മുൻപേ അറിയാമായിരുന്നു എന്നും കോടതിയിൽ പറയണം. എന്നാൽ ജാമി പിസാർസിക്ക് ഈ ഓഫർ തള്ളിക്കളഞ്ഞു. അവനു വേണ്ടി കള്ളസാക്ഷി പറയുവാനായിട്ട് അവൾ തയ്യാറായില്ല. നേരെ മറിച്ച് ഈ കാര്യം പോലീസിനോട് അവൾ പറഞ്ഞു. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. വ്യാജ സാക്ഷികളെ ഉണ്ടാക്കുവാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നു. ജാമി പിസാർക്കിന്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയെങ്കിലും മറ്റു രണ്ടുപേരുടെ കാര്യത്തിൽ അവർ വിജയിച്ചു. രണ്ടുപേരെ തങ്ങൾക്ക് അനുകൂലമായിട്ട് സാക്ഷ്യം പറയുവാനായിട്ട് അവർ കോടതിയിൽ ഹാജരാക്കി. അതിൽ ഒരാൾ ലൈലിന്റെയും എറിക്കിന്റെയും കസിനായ ഡയാൻ വാണ്ടൻ മോളൻ ആയിരുന്നു. വാണ്ടൻ മോളൻ കോടതിയിൽ ഇവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞ കഥ ഇതാണ്: 1970 അവധിക്കാലത്ത് താൻ മെനാൻഡസ് കുടുംബത്തിന്റെ ഒപ്പമാണ് കഴിഞ്ഞത്. ആ സമയത്ത് ജോസ് തന്നെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് ലൈൽ തന്നോട് പറഞ്ഞിരുന്നു. താൻ ഇതേക്കുറിച്ച് കിറ്റിയോട് സംസാരിച്ചു. എന്നാൽ കിറ്റി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അവർ ഭർത്താവിന്റെ പക്ഷം ചേർന്ന് ലൈലിനെയും എറിക്കിനെയും വഴക്ക് പറഞ്ഞു. ലൈലിന്റെ കയ്യിൽ പിടിച്ച് മുകളിലെ നിലയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. പിന്നെ അവിടെ എന്താണ് നടന്നത് എന്ന് തനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: പിന്നീട് ഇതേക്കുറിച്ച് ആ വീട്ടിലൊരു സംസാരം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇവരുടെ മറ്റൊരു കസിനായ ആന്റി കാനോയും കോടതിയിൽ ഇവർക്ക് അനുകൂലമായിട്ട് ഇതുപോലൊരു മൊഴി കൊടുത്തു. എന്നാൽ പ്രോസിക്യൂട്ടർമാരുടെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ കാനോയുടെ അടിതെറ്റി. അയാളുടെ കള്ളസാക്ഷ്യം പൊളിഞ്ഞു. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം: തങ്ങൾക്ക് വേണ്ടി കള്ളസാക്ഷ്യം പറയുവാനായിട്ട് ഇവർ ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു. ഇവർ നിരപരാധികളല്ല. ഇവർ പറയുന്നത് നുണയാണ്. മാത്രവുമല്ല, മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ലൈലും എറിക്കും ചെറുപ്പത്തിൽ തങ്ങൾ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞ കഥകൾ എന്തൊക്കെയാണ്. അവരുടെ കൈകൾ ടൈലർ മെഷീന്റെ അടിയിൽ വെച്ച് മെഷീൻ പ്രവർത്തിപ്പിക്കുമായിരുന്നു. മാത്രവുമല്ല, നീഡിൽ ഉപയോഗിച്ച് അവരുടെ കൈകളിലും ശരീരമാസകലവും ജോസ് മെനാൻഡസ് കുത്തുമായിരുന്നു. കിറ്റി മെനാൻഡസ് അവരുടെ മുഖത്തും ശരീരത്തും ബ്ലേഡ് കൊണ്ട് വരഞ്ഞിരുന്നു. അതും കൂടാതെ തിളച്ച വെള്ളത്തിന് കീഴെ നിർത്തി ഇവരെ കുളിപ്പിക്കുമായിരുന്നു. അതുവഴി ഇവർക്ക് പൊള്ളലും ഏറ്റിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവരുടെ ദേഹം പരിശോധിച്ചപ്പോൾ അത്തരം പീഡനങ്ങൾ ഏറ്റതിന്റെ യാതൊരു ലക്ഷണവും കണ്ടുകിട്ടിയില്ല. പൊള്ളലേറ്റതിന്റെയോ ഒരു മുറിപ്പാടിന്റെയോ അടയാളം പോലും ഇവരുടെ ശരീരത്തിൽ ഇല്ലായിരുന്നു. അതോടെ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന ഇവരുടെ വാദവും കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രവുമല്ല, ഡോക്ടർ ഒസിയലിന്റെ അടുക്കൽ ഇവർ തെറാപ്പിക്ക് പോയല്ലോ. ആ സമയത്ത് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡിംഗിൽ ഒരിടത്തും തങ്ങൾക്ക് ഇതുപോലെയുള്ള പീഡനങ്ങൾ നടന്നു എന്ന കാര്യം അവർ പറഞ്ഞിട്ടില്ല. ഇനി ഇവരുടെ ബാല്യകാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാവും. പണത്തിനു വേണ്ടി തന്റെ മാതാപിതാക്കളെ കൊല്ലണമെന്ന് എറിക്ക് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. അവന്റെ മനസ്സിലെ ചിന്തകളുടെ പ്രതിഫലനമായിരുന്നു ആ തിരക്കഥ. സ്കൂളിൽ വെച്ച് ക്രേഗ് സിഗ്നറിലെയും എറിക്കും ചേർന്നെഴുതിയ ഫ്രണ്ട്സ് എന്ന തിരക്കഥയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കഥ എന്തായിരുന്നു? പണത്തിനു വേണ്ടി ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത വിധം വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന ഒരു മകന്റെ കഥയാണ്. ആ കഥയിൽ ഒരിടത്തും ഇത്തരമൊരു അബ്യൂസിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇത്തരം ദുരനുഭവങ്ങൾ അവനുണ്ടായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് നേരിയ ഒരു പരാമർശമെങ്കിലും ആ തിരക്കഥയിൽ വരേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെയല്ല കാണുന്നത്. ചെറുപ്പത്തിൽ ഇവർ അയൽവാസികളുടെ വീടുകളിൽ കയറി പണമായിട്ടും സ്വർണമായിട്ടും ഏകദേശം $1,00,000 മൂല്യം വരുന്ന വസ്തുക്കൾ മോഷ്ടിച്ചിരുന്നു. അതിൽ മനസ്സ് വേദനിച്ചും നാണം കെട്ടുമാണ് മെനാൻഡസ് ഫാമിലി ബേവർലി ഹിൽസിലേക്ക് താമസം മാറിയത്. പണത്തിനു വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് മടിയില്ലാത്തവരാണ് ഇവരെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോടതിയിൽ വളരെ തന്മയത്തമായിട്ടാണ് ലൈലും എറിക്കും തങ്ങൾ പീഡനം നേരിട്ടുവെന്ന് പറഞ്ഞത്. യൂട്യൂബിൽ ഇപ്പോഴും അവർ കോടതിയിൽ ഇതേക്കുറിച്ച് പറയുന്ന വീഡിയോ കിടപ്പുണ്ട്. ആ വീഡിയോ കണ്ടാൽ ആരും ഇവർ പറയുന്നത് വിശ്വസിച്ചു പോകും. അത്ര റിയലിസ്റ്റിക് ആണ് അഭിനയം. എന്നാൽ ഈ കാര്യവും അന്നേ പ്രോസിക്യൂട്ടർമാർ പൊളിച്ചു കൊടുത്തിരുന്നു. ഇവരുടെ ഈ ആക്ടിംഗ് കണ്ടതിന് തൊട്ടു പിന്നാലെ അവർ കോടതിക്ക് മുൻപിൽ മറ്റൊരു തെളിവ് കൂടി എടുത്തു വെച്ചു. അത് മെനാൻഡസ് ബ്രദേഴ്സ് മാതാപിതാക്കളെ കൊന്ന ശേഷം 911 വിളിച്ച കോൾ റെക്കോർഡായിരുന്നു. അതിലും വളരെ തന്മയത്വത്തോടെ ആരും വിശ്വസിക്കുന്ന വിധത്തിലാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത്. മാത്രവുമല്ല, സംഭവ സ്ഥലത്ത് എത്തിയ പോലീസിനെ വളരെ വിദഗ്ധമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുവാനും ഇവർക്ക് സാധിച്ചു. ഇതെല്ലാം കാണിക്കുന്നത് ഇവർക്ക് നന്നായിട്ട് അഭിനയിക്കുവാനായിട്ട് കഴിവുണ്ടെന്നും ഒരു കുറ്റം ചെയ്താൽ അത് മറച്ചു വയ്ക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്നുമാണ്. കോടതി ഈ വാദങ്ങളെല്ലാം അന്നേ അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ കിട്ടിയതും. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ കഴിവില്ലാത്ത ന്യൂജൻ പിള്ളേരാണ് മെനാൻഡസ് ബ്രദേഴ്സിന് വേണ്ടി ഇപ്പോൾ മുറവിളി ഉയർത്തുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ കേസ് എവിടം വരെ പോകുമെന്ന്. സ്വന്തം മക്കളെ അബ്യൂസ് ചെയ്യുന്ന മാതാപിതാക്കൾ ധാരാളമുണ്ട്, സെക്ഷലായിട്ടും അല്ലാതെയും.
ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ കേസിൽ എന്റെ കാഴ്ചപ്പാട് നേരെ മറിച്ചാണ്. കിറ്റി മെനാൻഡസും ജോസ് മെനാൻഡസും നിരപരാധികളാണ്. കേസിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ലൈലും ബെറിക്കും അവർക്കെതിരെ ഉന്നയിച്ച ഹീനമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണിത്. നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? മെനാൻഡസ് ബ്രദേഴ്സ് നിരപരാധികളാണോ? എന്താണെങ്കിലും കമന്റിൽ അറിയിക്കുക. അതിനു പുറമെ ലൈക്കും ഹൈപ്പും ചെയ്യുന്ന കാര്യം മറക്കരുത്. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.